തൃശൂർ ജില്ലയിലെ വളരെ ചെറിയൊരു കോസ്റ്റൽ വില്ലേജായ വലപ്പാട് എന്ന ഒരു ഗ്രാമത്തില് മുക്കുവന്മാർക്കും സാധാരണ കർഷകർക്കും പണ്ടം പണയം കൊടുത്ത് തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്ന നമ്പേഴ്സ് സ്റ്റാഗറിംഗ് ആണ്. 60 lakh കസ്റ്റമേഴ്സ് ഉണ്ട്, 5000-ൽ പരം ബ്രാഞ്ചസ് ഉണ്ട്, 50,000-ൽ പരം എംപ്ലോയീസ് ഉണ്ട്. കടൽ തീരത്ത് ആയിരുന്നു ഞങ്ങളുടെ വീട്. ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓലപ്പുരകളായിരുന്നു. വെക്കേഷനൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഈ ആളുകൾ കസ്റ്റമർ വരുന്നതും കസ്റ്റമർ ഡീലിങ്ങിനോ 4-ലും 5-ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണും. 86-ൽ അച്ഛന് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇനി ഒരു 5-6 മാസത്തിൽ കൂടെ ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല. വൈ കാണ്ട് യു തിങ്ക് അബൌട്ട് റിസൈനിങ് യുവർ ജോബ് ആൻഡ് ടേക്കിംഗ് ഓവർ ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് ആ തീരുമാനം എടുത്തത്. ഭയങ്കര വലിയൊരു ലൈഫ് ഡെസിഷൻ ആയിരുന്നു കാണാം. 1995-ൽ IPO നടക്കുമ്പോൾ മണപ്പുറത്തിന്റെ ഷെയറിലേക്ക് 1 ലക്ഷം രൂപ ഒരാൾ ഇട്ടിരുന്നെങ്കിൽ അത് ഇപ്പോൾ നിയർലി 10 കോടി രൂപയായി. ദാറ്റ് ഇസ് ക്രേസി വെൽത്ത് ബിൽഡിംഗ്. ഈ കേരളത്തിൽ ഇത്രയധികം വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെന്ന് എൻ്റെ അറിവില്ല. 95-ൽ 41 വയസ്സുള്ളപ്പോൾ ബിസിനസ് ഏറ്റെടുത്തിട്ട് വെറും 9 വർഷങ്ങൾക്കുള്ളിൽ അത് IPO ചെയ്തു എന്നുള്ളതാണ്. പിന്നെ QIPക്ക് പോയി, എല്ലാം ഗ്രാൻഡ് സക്സസ് ആയി. ബ്രാഞ്ചുകൾ വളരെ കൂടി. ഞാനിങ്ങനെ ഒരു 1000 ബ്രാഞ്ച് കൊല്ലം തുറക്കാൻ പോകുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കി എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആണ് ഏറ്റവും വലിയ കാര്യം. യു ഷുഡ് നോട്ട് ഫിയർ ഫെയിലിയേഴ്സ്. കണ്ട സ്വപ്നങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ഏജ് ഓഫ് 71 യു ആർ ഓൺലി സൈനിങ് അപ്പ് ഫോർ ഈവൻ ഹയർ റെസ്പോൺസിബിലിറ്റീസ്. അതിശക്തം പോഡ്കാസ്റ്റിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ലെജൻസിന്റെ ഒരു വിഷ് ലിസ്റ്റ് ഉണ്ട്. അതിലെ ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വലപ്പാട് എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനികളിൽ ഒന്ന് തുടങ്ങി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗോൾഡ് ലോൺ കമ്പനി IPO നടത്തി അതിശക്തമായ വിജയം നേടി ഇന്ന് 10,000 കോടി രൂപ ആനുവൽ റവന്യൂവും 2,000 കോടി രൂപ ആനുവൽ പ്രോഫിറ്റിലേക്കും എത്തി വിജയത്തിന്റെ കൊടുമുടി കയറി നിൽക്കുന്ന ഒരാള്. കേരളത്തിന്റെ അഭിമാനമായ മണപ്പുറം ഫൈനാൻസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ VP നന്ദകുമാറാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തേടി നടപ്പു എന്ന മണപ്പുറത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ആഡ് ജിംഗിള് ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, കൂടെ പാടിയിട്ടുമുണ്ടാകും. പക്ഷേ അത് ഉണ്ടാക്കിയത് ശരിക്കും ഒരു കൾച്ചറൽ റെവല്യൂഷൻ ആണ്. വീട്ടിലെ സ്വർണം പണയം വെച്ച് പൈസ ഉണ്ടാക്കാൻ നാണക്കേടായതുകൊണ്ട് പലരും വലിയ പലിശക്ക് പൈസ എടുത്തോ അല്ലാതെയോ ഒക്കെ ബുദ്ധിമുട്ടി ജീവിച്ചിരുന്ന കാലത്ത് വീട്ടിലിരിക്കുന്ന ഒരു അസറ്റിനെ മൊണറ്റൈസ് ചെയ്തുകൊണ്ട് ലൈഫ് ബെറ്റർ ആക്കുന്ന ഒരു വിപ്ലവമാണ് അത് ശരിക്കും ഉണ്ടാക്കിയത്. ഇങ്ങനെ ഇതുപോലെ മണപ്പുറത്തിന്റെ കഥയും അത് ബിൽഡ് ചെയ്ത VP നന്ദകുമാറിന്റെ ജീവിത കഥയുമാണ്, അതിന്റെ പ്രിൻസിപ്പൾസും അഡ്വൈസസും ഒക്കെയാണ് ഇന്നത്തെ അതിശക്തം പോഡ്കാസ്റ്റിൽ ഉള്ളത്. ജീവിതത്തിൽ സക്സസ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് കേൾക്കണം. അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുത്തോ. എപ്പോഴത്തെ പോലെ ഏറ്റവും ബെസ്റ്റ് മൈൻഡ്സിൽ നിന്ന് നമ്മളെ സ്മാർട്ട് ആക്കുന്ന ഒരു അതിശക്തം കോൺവെർസേഷൻ ആണ് ഞങ്ങൾ ശരിക്കും നടത്തിയത്. ഓൾസോ ബിഫോർ വി സ്റ്റാർട്ട് ഒരു കാര്യം കൂടി, ദിസ് പോഡ്കാസ്റ്റ് ഇസ് സ്പോൺസർഡ് ബൈ ഡിറ്റോ. ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഞാൻ മുൻപ് പലതവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ഫുൾ നോളജ് ഇല്ലാതെ എല്ലാ ഡീറ്റെയിൽസും നോക്കാതെയാണ് ആൾക്കാർ അത് എടുക്കാറ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ എമർജൻസി ആയി ക്ലെയിം ചെയ്യാനൊക്കെ പോകുമ്പോഴാണ് ശരിക്കും പ്രശ്നങ്ങൾ നേരിടുക. ഫോർ എക്സാമ്പിൾ, പോളിസിയിലെ റൂം റെന്റ് ലിമിറ്റ് അറിയാതെ അതിനേക്കാൾ കൂടിയ റൂം എടുത്താൽ ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ ഇൻഷുറൻസ് കമ്പനി ആ കൂടുതൽ എമൗണ്ട് വന്ന റൂം റെന്റ് മാത്രമല്ല ICU, ഡോക്ടർ ഫീ പോലെ എൻറ്റയർ ഹോസ്പിറ്റൽ ബില്ലും ഫുള്ള് കവർ ചെയ്യില്ല. അതായത് ഫുൾ കവർ ഉണ്ടായിട്ടും പോക്കറ്റിൽ നിന്ന് ലക്ഷങ്ങൾ പോകും. അവിടെയാണ് ഡിറ്റോയുടെ ഹെൽപ്പ് വരുന്നത്. അതായത് നിങ്ങൾക്ക് അവരുടെ എക്സ്പേർട്സുമായി ഒരു ഫ്രീ കോൾ ബുക്ക് ചെയ്യാം. അവർ പോളിസി ഫുള്ളായി ഓഡിറ്റ് നടത്തിയിട്ട് അതിൽ എന്തൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും വ്യക്തമായി പറഞ്ഞു തരും. എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ അതും ഫ്ലാഗ് ചെയ്തു തരും. മലയാളത്തിലും കോളുകൾ പോസിബിൾ ആണ്. കോൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ബോക്സിൽ മലയാളം സ്പീക്കിംഗ് അഡ്വൈസർ നീഡഡ് എന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഒരു ചാർജും അവർ ഈടാക്കുന്നില്ല. ഇനി പോളിസി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഡിറ്റോ വഴി പുതിയതും എടുക്കാൻ സാധിക്കും. സീറോദ ബാക്ക്ഡ് ആണ് ഡിറ്റോ. ഓൾസോ സ്പാം കോൾ ചെയ്യില്ല, പുഷി സെയിൽസ് ചെയ്യില്ല എന്നൊക്കെയുള്ള പോളിസികളും അവർക്കുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, ഡിറ്റോ വഴി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്താൽ ഒരു ക്ലെയിം വരുമ്പോൾ അവർ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടാകും. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ഡോണ്ട് വെയിറ്റ്, ഫ്രീ ആയ ഓഡിറ്റ് ആണ്. അപ്പോൾ ആ കോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോ. റൈറ്റ് ഇൻഷുറൻസ് ആണെന്ന് ഉറപ്പുവരുത്തിയാൽ നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ദുഃഖിക്കേണ്ട. കോൾ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് കടക്കാം. മുഴുവനായും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയുക. അപ്പോൾ വെൽക്കം ടു അതിശക്തം പോഡ്കാസ്റ്റ് നമ്പർ 11 വിത്ത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് മണപ്പുറം ഫൈനാൻസ് VP നന്ദകുമാർ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് വെറും 2 വർഷങ്ങൾക്ക് ശേഷം 1949 തൃശൂർ ജില്ലയിലെ വളരെ ചെറിയൊരു കോസ്റ്റൽ വില്ലേജായ വലപ്പാട് എന്ന ഒരു ഗ്രാമത്തില് മുക്കുവന്മാർക്കും സാധാരണ കർഷകർക്കും പണ്ടം പണയം കൊടുത്ത് തുടങ്ങി പിന്നീട് വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെ നാട്ടിൽ തേടി നടപ്പൂ എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജിംഗിളിലൂടെ ഗോൾഡ് ലോൺ എന്ന
സോഷ്യൽ സ്റ്റിഗ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തെ ഒരു ഫോർമൽ നല്ലൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനിയായ മണപ്പുറം ഫൈനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും മിസ്റ്റർ വി പി നന്ദകുമാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു കേരള സ്മാർട്ടസ്റ്റ് പോഡ്കാസ്റ്റ്. Right. അപ്പോൾ സാറിന്റെ ഒരു പുസ്തകം ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടു, ദ മജീഷ്യൻ ഓഫ് മണപ്പുറം എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സാറിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പാലട പായസമാണ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന്റെ വീട്ടിലേക്ക് ഞങ്ങളെ വിഷുസദ്യക്ക് ഇൻവൈറ്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. നല്ല പാലട പായസം കഴിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. സാറും ആ ഒരു മൂഡിലും പവറിലുമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇലക്ഷന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. 2026 കേരള സ്റ്റേറ്റ് ഇലക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറിനെ പോലെ ഇത്രയും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ വേറെ ഉണ്ടാവില്ല. ആ ഒരു രീതിയിലുള്ള റെസ്യൂമേയും ലൈഫുമാണ് സാറിനുള്ളത്. നമ്മൾ അതിലേക്ക് തീർച്ചയായിട്ടും പോകുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ പബ്ലിക് സർവീസ് ആസ്പെക്ട്സ്, അതും വളരെ സ്ട്രോങ് ആണെന്ന് കാണുന്നുണ്ട്. അതായത് ലയൺസിന്റെ ഇന്റർനാഷണൽ ഡയറക്ടർ ആവുക എന്ന് പറയുന്നത്, ലയൺസ് ക്ലബിന്റെ, ഐ തിങ്ക് അത് കുറേയധികം പബ്ലിക് സർവീസ് ചെയ്തിട്ട് മാത്രം എത്തിപ്പെടേണ്ട ഒരു സംഭവമാണ്. അതിനോടൊപ്പം തന്നെ മണപ്പുറം ഫൗണ്ടേഷൻ മുഴുവനായി ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർലി കാണാൻ സാധിക്കുന്നുണ്ട് പബ്ലിക് സർവീസിന് വളരെയധികം താല്പര്യം സർ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ പൊളിറ്റിക്സ് സർ ഫോളോ ചെയ്യലുണ്ടോ, അതിൽ താല്പര്യങ്ങളുണ്ടോ, അതോ പബ്ലിക് സർവീസ് വേറൊരു ആംഗിളിലൂടെ മാത്രം കാണലുള്ളൂ? എനിക്ക് ബിസിനസ് കഴിഞ്ഞാൽ പിന്നെ താല്പര്യമുള്ള ഒരു വിഷയം പൊളിറ്റിക്സാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു മെമ്പറാവുക എന്നുള്ളതല്ല. എങ്ങനെയാണോ കേരള പൊളിറ്റിക്സ്, അല്ലെങ്കിൽ തൃശ്ശൂർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഗ്ലോബൽ പൊളിറ്റിക്സ്, ഈ വക കാര്യങ്ങൾ എമർജ് ചെയ്യുന്നതും അത് ഇക്കോണമിയായിട്ടുള്ള എപ്പോഴും ഡയറക്റ്റ്ലി ലിങ്ക്ഡാണ്. ഒരുപക്ഷെ ഇക്കോണമിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും പൊളിറ്റിക്സിനെ പറ്റി കൂടുതൽ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്സ് വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തതാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാനും അങ്ങനെയാണ് നാടിന്റെ കാര്യങ്ങളും ലോക കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങിയത്. സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ താല്പര്യമുള്ളതുകൊണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് യു.എസിൽ ട്രംപ് എന്തെങ്കിലും സംസാരിച്ചാലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു റേറ്റ് കട്ട് പോലും നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മളിവിടെ നമ്മുടെ പൈസ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടും നമുക്ക് ബിസിനസ്സിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ്. അത് വളരെ ശരിയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ ഒരു റെസ്യൂമെ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന നമ്പേഴ്സ് വളരെയധികം കണ്ണഞ്ചിപ്പിക്കുന്നതാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും താല്പര്യമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ഒരു രസത്തിൽ പറയാൻ പറ്റുന്നത്, 1995 IPO നടക്കുമ്പോൾ മണപ്പുറത്തിന്റെ ഷെയറിലേക്ക് 1 ലക്ഷം രൂപ ഒരാൾ ഇട്ടിരുന്നെങ്കിൽ അത് ഇപ്പോൾ നിയർലി 10 കോടി രൂപയായനെ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടേംസിൽ നമ്മളെപ്പോഴും CAGR വെച്ചിട്ടാണ് ഗ്രോത്ത് പറയുന്നത്. അപ്പോൾ ഇതൊരു 30 വർഷം നീണ്ടു നിൽക്കുന്ന 25% പ്ലസ് CAGR തന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ദാറ്റ് ഇസ് ക്രേസി വെൽത്ത് ബിൽഡിംഗ്. അത് സാറ് സ്വയം ബിൽഡ് ചെയ്തു, ഈ കമ്പനിക്ക് ബിൽഡ് ചെയ്തു, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു എന്നുള്ളത് അതൊരു മാസീവ് വെൽത്ത് ബിൽഡിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ 1-2-3 നമ്പേഴ്സ് കൂടി എടുത്ത് പറയാനാണ് എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ലിസ്റ്റ് ചെയ്ത ഗോൾഡ് ലോൺ കമ്പനി മണപ്പുറം ഫിനാൻസ് ആണ്. ഇന്ന് എത്തി നിൽക്കുന്ന നമ്പേഴ്സ് സ്റ്റാഗറിംഗ് ആണ്. 60 lakh കസ്റ്റമേഴ്സ് ഉണ്ട്, 5000-ൽ പരം ബ്രാഞ്ചസ് ഉണ്ട്, 50,000-ൽ പരം എംപ്ലോയീസ് ഉണ്ട്, 50,000 crore പ്ലസ് AUM ബുക്ക് ഉണ്ട്. അപ്പോൾ ഇത്ര വലിയ നമ്പേഴ്സിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് സംസാരിക്കുമ്പോൾ 10,000 കോടി രൂപ ആനുവൽ റവന്യൂവും 2,000 കോടി രൂപ ആനുവൽ പ്രോഫിറ്റും ക്ലോക്ക് ചെയ്യുന്ന 5 കമ്പനികൾ പോലും കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ആണ് സാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ അച്ചീവ്മെന്റ്സിന്റെ മേലെ നിൽക്കുമ്പോൾ സാറിനെ ഇത്ര വളരെ സിമ്പിളായിട്ട് കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്ര അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ ഇതിലും വളരെ കുറവ് അച്ചീവ്മെന്റ്സ് ഉള്ളവരോ വളരെ ലൈഫ് സ്റ്റൈലൊക്കെ ഫ്ലോണ്ട് ചെയ്ത് കുറേ ഗ്ലാമറസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാണിച്ച് കുറേ പേരൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ട്. സാർ അങ്ങനെ ചെയ്ത് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? ബ്രാൻഡിങ് എല്ലാവർക്കും ആവശ്യമാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ടല്ല, പക്ഷെ അതെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതെന്താ വെച്ചാൽ, നമ്മളെങ്ങനെ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുമല്ലോ ഓരോരുത്തരും. അത് അങ്ങനെ ഇതിനേക്കാൾ കൂടുതൽ ഒരു വെൽ ക്രിയേറ്റഡായിട്ട്, അതുപോലെ നാട്ടുകാർക്കും വെൽ ക്രിയേറ്റഡായിട്ട്, നമ്മൾ വെൽത്ത് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് ഷെയർ ചെയ്തുകൊണ്ടും, പിന്നെ അവരെ ഏതെല്ലാം വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം, ഇല്ല നമ്മുടെ എംപ്ലോയീസിനെ ഏതെല്ലാം വിധത്തിൽ എഡ്യൂക്കേഷനിലൂടെയൊക്കെ അവർ ഉയർത്തിക്കൊണ്ടുവരണം, അങ്ങനെയുള്ളൊരു
ഇതിപ്പോൾ ഇതിൽ കൂടെ ആ ഒരു റൂട്ടിൽ കൂടെ പോയിക്കൊണ്ട് നമ്മൾ അറിയപ്പെടണം എന്നുള്ള ഒരു ചിന്തയാണ് ഞാനെപ്പോഴും. ഒരു വലിയൊരു പബ്ലിസിറ്റി അല്ലെങ്കിൽ അങ്ങനെ പബ്ലിസിറ്റി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇങ്ങനെ നമ്മളെന്തെങ്കിലും നാടിനോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളെ നമ്മളെ ഓർക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. നമ്മൾ നമ്മൾ ഓർക്കുന്നു എന്നുള്ളതല്ല കാര്യം, നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. വെൽത്ത് ബിൽഡിങ്ങിനെ പറ്റിയും സക്സസ്ഫുൾ ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ന് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നാട്ടിക വഴിയാണ് വന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തൃശ്ശൂർ, നാട്ടിക, വലപ്പാട്, അപ്പോൾ ഇതെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ ബിസിനസ്സുകൾ, പേരുകേട്ട ബിസിനസ്മാൻമാരും എല്ലാവരും ഉള്ള ഒരു നാടാണ് തൃശ്ശൂർ. അതുപോലെ ഈ ഒരു കോസ്റ്റൽ ബെൽറ്റും വളരെ ഫേമസ് ആയിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഈ ഒരു കോസ്റ്റൽ ബെൽറ്റിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ടായിട്ടാണോ? കണ്ടതിലധികം എനിക്ക് കാണാത്തതുണ്ട് കേട്ടോ. അത് ശരി. കാരണം എന്താ വെച്ചാൽ അഹല്യ അഹില്യ ഐക്യ. പാലക്കാട്, അത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടെ പോയാൽ മതി. ഇൻസിഡൻ്റ്ലി ഈസ് മൈ വൈസ് ഫസ്റ്റ് കസിൻ. പിന്നെ അതുകൂടാതെ അറ്റ്ലക്സ് അപ്പോളോ, അതും എൻ്റെ അവിടുന്ന് ഒരു 300 മീറ്റർ പോയാൽ മതി. He also happened to be my brother-in-law's brother. അപ്പോൾ ഇത് കൂടാതെ ഈ കോസ്റ്റൽ ഏരിയയിൽ ഒരുപാട് ഫ്ലോറ, ഹസൻ, പിന്നെ ഇങ്ങനെ വെരി വെരി നൂറുദ്ദീൻ, അവിടെ ഓഷ്യൻ റബ്ബേഴ്സ് ഇൻ ഷാർജ. ദർ ആർ സോ മെനി പീപ്പിൾ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ കാറ്റിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടാണോ? കാറ്റ് തന്നെയാണ്. എങ്ങനെയാണ് കാറ്റെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ കുറച്ച് എൻ്റർപ്രണേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പർട്ടിക്കുലർലി യങ്സ്റ്റേഴ്സ്, ആസ്പയറിങ് യങ്സ്റ്റേഴ്സിന് അതൊരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ തൃശ്ശൂർ എടുത്താൽ തൃശ്ശൂർ ഒരുപാട് ഗോൾഡ് ലോൺ കമ്പനീസ് ഉണ്ട്. ഇതിൽ മെജോറിറ്റി ഇവിടുന്ന് പോയ എംപ്ലോയീസ് തന്നെയാണ്. അത് ദേ ഡ്രൂ ദ ഇൻസ്പിറേഷൻ while working here. Yeah. They initially came for a job, then they became entrepreneurs. They reached that confidence level because they feel like their grooming was good. അപ്പോൾ ആദ്യമേ ആ ഒരു കൾച്ചർ ഉണ്ടായി വന്നു, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇൻസ്പിറേഷൻ താഴേക്ക് ഒഴുകിയതാണ്. അപ്പോൾ അത് ആദ്യം എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മൾ അന്വേഷിക്കേണ്ടത്. ഒരു കാര്യമുണ്ട്, അതിന് കാരണം എന്താ വെച്ചാൽ എൻ്റർപ്രൈസിങ് ആവാതെ അവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ തൊട്ട് ഇവിടേക്ക് എടുത്താലും ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള കാലത്ത് ഇവിടെയൊക്കെ കശുമാവേ ഉള്ളൂ. അത് ഈ കശുമാവിൽ നിന്ന് അന്ന് കശുവണ്ടിക്കൊന്നും എക്സ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് വലിയൊന്നുമില്ല. അപ്പം മൈഗ്രേറ്റ് ചെയ്യണം ജീവിക്കണമെങ്കിൽ, എന്തെങ്കിലും കാശിട്ടാക്കണം. അപ്പം അന്നൊക്കെ പലയിടത്തേക്കും മൈഗ്രേറ്റ് ചെയ്യും. അന്നൊക്കെ ഒരുപാട് പേര് സിലോണിലേക്ക് പോകും. അന്നത്തെ അന്ന് ശ്രീലങ്കയുടെ പേര് സിലോണാണ്. അതൊക്കെ സിലോണിൻ്റെ ക്യാപിറ്റലാണ് സിലോൺ. അപ്പോൾ സിലോണിലേക്ക് പോകും. അവിടെ പോയിട്ട് ആണ് എന്തെങ്കിലും ജോലി അയച്ച് കാശൊക്കെ ഉണ്ടാക്കുക, എന്തെങ്കിലും പറ്റുക. കാരണം ഇവിടെ നല്ല ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അന്നോട്ട് എങ്ങനെ മൈഗ്രേറ്ററി ജോബിന് വേണ്ടിയിട്ടുള്ളൊരു മൈഗ്രേറ്ററി ത്രസ്റ്റ് ഇവിടെ ഈ പ്രദേശത്തുണ്ട്, ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് അതുപോലെ പിന്നെയാണ് ഗൾഫ് വന്നപ്പോൾ ഇന്നത്തെ പല പ്രോമിനൻറ്റ് ബിസിനസ്സുകാരും പലപ്പോഴും ഇന്നത്തെ യങ് ജനറേഷൻ ചിന്തിക്കുന്ന പോലെ ഇത് ഈ ഫ്ലൈറ്റിലൊന്നും പോയതല്ല ഗൾഫിലേക്ക്. അന്നൊക്കെ ഇവിടെ ഭാഷയിൽ ഈ ബോട്ട്സ് എന്ന് പറയും, ചെറിയ ചെറിയ ബോട്ട്സ്. ഇവിടെ പറയാ പത്തേമാരി എന്ന് പറയും. അങ്ങനെ ഒരു ഇതുകൊണ്ട് കെട്ടിയിട്ട് കാറ്റിൻ്റെ മൊമെൻ്റ് വെച്ചുകൊണ്ട് പോകുന്നതിൽ പോയ ആൾക്കാരാണ്. ഒരു നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ പോലെ അങ്ങനെ എൻ്റർപ്രൈസിങ് ആയി എന്നുള്ളതാണ്. എന്നാലും എവിടെയോ എന്തോ വർക്ക് എത്തിക്കിലോ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിലോ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയും കൂടെയൊക്കെ ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകലുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര ഒരു കോൺസെൻട്രേഷൻ ഇങ്ങനെ വരുന്നത് കുറച്ച് അസാധാരണമല്ലേ, സ്റ്റാറ്റിസ്റ്റിക്കലി സംസാരിക്കാനാണെങ്കിൽ പോലും? കുറച്ചൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ് എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ ഒബ്സർവ് ചെയ്ത കാര്യം, ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങിലും പറയാറുള്ളൊരു കാര്യം, പല മീറ്റിങ്ങിലും കുട്ടികളോട് പറയാറുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ജനിക്കുമ്പോൾ സൈക്കിളിൽ ഈ സോഡ
കുപ്പികൾ, സോഡ കുപ്പി, അതിലൊരു ഒരു ബോൾ വലി ഉണ്ടാവും, ഗോലിന്ന് അത് വെച്ച് പ്രസ് ചെയ്ത് സോഡ ഉണ്ടാക്കി സൈക്കിളിൽ കൊണ്ട് വെക്കും. ഇവിടെയൊക്കെ വളരെ പെറ്റി ഷോപ്പ് പോലെയുള്ളിടത്ത് അങ്ങനെ ഉണ്ടാവും. പിന്നെ തട്ടുകടകളും തള്ളി തള്ളി സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ എടുക്കും. ഇതിനകത്ത് എങ്ങനെയെങ്കിലും they want to meet both ends, they want to see both ends meet. അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെയും പിള്ളേരെ പഠിപ്പിച്ചു, പിള്ളേരെ എന്തെങ്കിലും ഇതായി കഴിഞ്ഞു, കെട്ടിച്ചു കൊടുത്തു, അതോട് കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് തന്നെയല്ലേ പെപ്സി? അപ്പോൾ അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് തന്നെയല്ലേ KFC തട്ടുകട ആയിരുന്നത്, അതിനെ തന്നെ വലുതാക്കി വലുതാക്കി കൊണ്ടുപോകും. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ് നമ്മൾക്ക് എന്തുമാത്രം, നമുക്ക് മാത്രമല്ല, ഒന്ന് വെൽത്ത് ക്രിയേഷൻ ഫോർ അവേഴ്സ് എല്ലാവരും ആഗ്രഹമായിരിക്കും. പക്ഷെ അതൊരു എൻലൈറ്റൻ സെൽഫ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് മറ്റുള്ളവർ വളരുമ്പോൾ പിന്നെയും നമുക്ക് വളരാനൊരു അവസരമാണ്. അപ്പോൾ ഈ ഒരു തൃശ്ശൂരിൻ്റെയും ഈ ഒരു കോസ്റ്റൽ ബെൽറ്റിൻ്റെയും ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം പറയുന്നതിൽ എനിക്കും ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ ഫാദർ, എൻ്റെ ഉപ്പ ചാവക്കാട് നിന്നാണ്, എൻ്റെ ഉമ്മ വൈപ്പിൻ നിന്നാണ്. അപ്പോൾ ഇതേ കോസ്റ്റൽ ബെൽറ്റിൽ തന്നെയാണ്. അപ്പോൾ ഒരു ആസ്പയറിങ് അതുകൊണ്ട് അവർക്കറിയാം. അപ്പോൾ ഒരു ആസ്പയറിങ് ഓണ്ടർപ്രണർ എന്ന നിലയിൽ എനിക്കൊരു ഇറാഷണൽ മോട്ടിവേഷൻ അതിൽ നിന്ന് കിട്ടലുണ്ട്. അപ്പോൾ മോട്ടിവേഷനെ പറ്റി സംസാരിക്കുമ്പോൾ എന്താണ് താങ്കളുടെ മോട്ടിവേഷൻ? എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വളരെ ഹമ്പിൾ ബിഗിനിങ്സിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു അതിശക്തമായൊരു മോട്ടിവേഷൻ അകത്തുന്നുണ്ടെങ്കിൽ അല്ലെ എല്ലാ ദിവസവും എണീറ്റിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ? അതെന്തായിരുന്നു? ഒന്ന്, എൻ്റെ പാരൻസ് എന്നെ എങ്ങനെ അപ്ബ്രിങ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്ബ്രിങ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നും പറഞ്ഞിട്ടല്ല. ദേ റെയർലി യൂസ് ടു ടെൽ മീ വാട്ട് ഐ ഷുഡ് ഡു. പക്ഷേ അവർ പുറത്തുനിന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് നോക്കും. അത് അവർ എൻകറേജ് ചെയ്യും. പിന്നെ എത്ര ഞാൻ ഫെയിലാവണമെന്ന് അവർ നോക്കിയാലും, എൻ്റെ അച്ഛനും അമ്മയും ഫെയിലാവണമെന്ന് അതിൽ എന്തുകൊണ്ടാണ് ഫെയിലായി എന്നൊന്നും ചോദിക്കില്ല. എന്ത് ഫെയിലായാലും, ഇപ്പോൾ പഠിക്കുകയായാലും, ഞാൻ ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ 10th കഴിഞ്ഞിട്ട് നമ്മൾ യൂഷ്വലി കോളേജിൽ പോകണമെന്ന് വിചാരിക്കും. അപ്പോൾ കോളേജിൽ പോകണം, എവിടെ പോകണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ പോകുന്നു, അഡ്മിഷൻ പഠിക്കുന്നു, നമ്മളാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി ഒരു കോളേജിൽ നിന്ന് മാറി കൊള്ളാം, 2 കൊല്ലം അവിടെ പഠിച്ചില്ലേ. അങ്ങനെ ഡിഗ്രിക്ക് SM കോളേജിലേക്ക് മാറി, മാറ്റുക. ഒരു ഡിഫറെൻ്റ് എൻവയൺമെൻറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് തോന്നി പിന്നെയും ഒരു കോളേജ് മാറണം, MSCക്ക്. അപ്പോൾ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലേക്ക് മാറി. അപ്പോൾ കാരണം അത് ഡിഫറെൻറ്റ് ക്ലാസ്, ഡിഫറെൻറ്റ് സ്റ്റുഡൻസ്, ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ തന്നെ ചെറിയപ്പോൾ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കോഴിയെ വളർത്തും, അതിന് മുട്ട കിട്ടും, മുട്ട കിട്ടുമ്പോൾ വിൽക്കും, വിറ്റിട്ട് പൈസ കിട്ടിയോ കിട്ടിയില്ല എന്ന് ചോദിക്കില്ല. അപ്പോൾ ഞാൻ തന്നെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഞാൻ നോക്കും എത്രയായി എന്നുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നെ അവർക്ക് മുട്ട ഇടാനായിട്ട് ഞാൻ എങ്ങനെ കൂട്ടണം എന്നുള്ളത് ഞാൻ തന്നെ വായിക്കും. അപ്പോൾ കാൽസ്യം കൊടുക്കണം. അപ്പോൾ കാൽസ്യം കിട്ടണമെങ്കിൽ കുമ്മായ എടുത്തിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ ഇത് കൂടെ അതിൽ കൂടെ കൂട്ടും. അതിൻ്റെ അപ്പോൾ അതിന് കുറച്ചും കൂടെ മുട്ട കിട്ടും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് മുട്ട കിട്ടി അത് ഇതൊക്കെ കൂട്ടി കൊടുക്കും. അവസാനം ചാവും. കാരണം അത് ബെയർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കൂടുതലാവും. അപ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ലേണിംഗ്. ലൈഫ് ഫോർ എവരിതിങ് ദെർ ഈസ് ആൻ ഒപ്റ്റിമൽ ലെവൽ. അപ്പോൾ ആ മുട്ട വിറ്റ കഥയിൽ അപ്പോൾ മുട്ട വിറ്റ് പൈസ കിട്ടിയതായിരുന്നോ മോട്ടിവേഷൻ, അതോ നമ്മൾ എന്തോ ചെയ്യുന്നു, അത് വളരുന്നു, അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നു? രണ്ടും ഉണ്ട്. പൈസ കിട്ടുന്നത് വലിയ സന്തോഷമാണ്. അത് പൈസ വളരുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോന്നും പഠിക്കുന്നു. ഞാൻ സ്കൂളിൽ 2ലും 3ലൊക്കെ പഠിക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് ചില കാര്യങ്ങളൊക്കെ അച്ഛനോട് ചോദിക്കും. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയോട് ചോദിക്കും. അപ്പോൾ അവർ പറഞ്ഞുതരും. പിന്നെ വേറൊരു കാര്യമുണ്ട്. അച്ഛൻ ഇതേപോലെ തന്നെ സിലോണിലൊക്കെ പോയി ഒരു പബ്ലിഷിംഗ് കമ്പനിയുടെ മാനേജറായിരുന്നു. അപ്പോൾ കുറേ വായിച്ചും അച്ഛന് പരിചയമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ സ്കൂളിൽ നിന്ന് പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതായത് സ്കൂളിൽ ഇപ്പോൾ അടുത്തടുത്ത് 3 സിസ്റ്റേഴ്സും കൂടെ ആകുമ്പോൾ എപ്പോഴും കുട്ടികൾ വഴക്കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വെക്കേഷനൊക്കെ ആകുമ്പോൾ അച്ഛൻ്റെ കൂടെ വിടും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അത് കാണണമൊക്കെ
ഈ ആളുകൾ കസ്റ്റമർ വരുന്നതും കസ്റ്റമർ ഡീൽ ചെയ്യുന്നതൊക്കെ ചെറുപ്പത്തിലെ 4-ലും 5-ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കാണും. പിന്നെ പല കാര്യങ്ങൾ എഴുതാനൊക്കെ ഞാനും കൂടെ കൂടും. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സിൽ അന്ന് മുതലൊരു ഇൻട്രസ്റ്റ് വന്നു. അതാണ് ചെറുപ്പത്തിലെ അപ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഒബ്സർവിംഗ് ആയിരുന്നു, അല്ലെ? കുറെ കാര്യങ്ങൾ സ്വയം ചെയ്ത് പഠിച്ചു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെയും ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്, തൊട്ടതെല്ലാം പൊന്നാക്കി എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം മണപ്പുറം ഫൈനാൻസ് എന്നുള്ളത് പുറത്തുനിന്ന് എല്ലാവരും സംസാരിക്കുന്നുണ്ടെങ്കിലും അകത്തേക്ക് നോക്കുമ്പോൾ ഗോൾഡ് ലോൺ ബിസിനസ്സിൽ നിന്ന് മാറി ഇന്ന് മൈക്രോ ഫൈനാൻസ് ഉണ്ട്, വെഹിക്കിൾ ലോൺ ഉണ്ട്, ഇൻഷുറൻസ് ബ്രോക്കിംഗ് ഉണ്ട്, മണപ്പുറം ജ്വല്ലേഴ്സ് ഉണ്ട്, ഹോം ഫിനാൻസ് ഉണ്ട്. അപ്പോൾ അകത്ത് അതും ഇതിൽ 2 മറ്റു കമ്പനികളുടെ അക്വയർ ചെയ്തിട്ടാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിനകത്ത് തന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് കാണാൻ സാധിച്ചത്, ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററെ പോലെയോ അല്ലെങ്കിൽ ഒരു ഏർലി പ്രൊമോട്ടറെ പോലെയോ ഇക്വിറ്റാസ് സ്മോൾ ഫൈനാൻസ് ബാങ്കും ആപ്റ്റസ് ഹോം ഫൈനാൻസും അതുപോലെ 5 സ്റ്റാർ ബിസിനസ് ലോണുമൊക്കെ 2010s അല്ലേ, 2010-നും മുന്നേയൊക്കെ താങ്കൾ ചെറിയ പൈസ അവരിൽ ഇൻവെസ്റ്റ് ചെയ്തു, അവരെ ഹെൽപ്പ് ചെയ്തു, ബാക്ക് ചെയ്ത് ഇന്ന് ആ 3 കമ്പനിയും IPO ചെയ്ത് 3 കമ്പനിയും വലിയ വിജയങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്മോൾ ഫൈനാൻസ് ബാങ്കായി ഇക്വിറ്റാസ് മാറി എന്നുള്ളതും അത് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയതുപോലെ എനിക്ക് തോന്നുന്ന ഒരു വിഷയമാണ്. കാരണം അതിന് കാരണമുണ്ട്. ഒന്ന്, ആദ്യം തുടങ്ങിയത് ഞങ്ങൾ ഇക്വിറ്റാസാണ്. വാസു എൻ്റെ പഴയ ഫ്രണ്ടാണ്. ആ വാസു ഒരു ബാങ്ക് ആദ്യം ചോളമണ്ഡലത്തിലായിരുന്നു. പിന്നെ DCB പോയി, ബാങ്കിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വാസുവിന് തോന്നിയ ചെറിയ ബിസിനസ് തുടങ്ങുന്നു. അപ്പോൾ പൈസയില്ല വാസുവിൻ്റെ കയ്യിൽ. അപ്പോൾ വേറെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും വാസുവിനില്ല. കാരണം വാസുവിന് ബിസിനസ് നടത്തി പരിചയമില്ല. അപ്പോൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ തമ്മിൽ അടുപ്പം വെച്ചിട്ട് വാസു ഇവിടെ വന്നു. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ഇവിടെ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പുള്ളി എന്നെ നന്ദു എന്നാണ് വിളിക്കുക. നന്ദു, എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ ഇഫ് യുവർ സപ്പോർട്ട് ഈസ് വെരി മച്ച് റിക്വയർഡ്. എന്താണ്? ഐ വാണ്ട് ടു ഡു മൈക്രോ ഫിനാൻസ്. അന്ന് കുറച്ച് കമ്പനികളുണ്ട്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇറ്റ് ഹാസ് ഗോട്ട് സൈക്ലിക്കൽ ചലഞ്ചസ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ഗോട്ട് പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ആരും കിട്ടിയില്ല, മദ്രാസ്, ചെന്നൈയിൽ കിട്ടിയില്ല. അപ്പോൾ വാസുവിൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം 2 കോടി വേണം. അപ്പോൾ 5 കോടിയുടെ ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയി ഞാൻ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് അപ്ലൈ ചെയ്തത്. വാസു കുറച്ച് കാശും കൂടി ഇട്ടു. പിന്നെ കുറച്ച് ആൾക്കാർ ചെറിയ ചെറിയ എമൗണ്ടുകൾ. അല്ല, അപ്പോൾ പക്ഷെ മണപ്പുറത്തിനും ഇവഞ്ച്വലി ഏതെങ്കിലും പോയിന്റിൽ മൈക്രോ ഫൈനാൻസിലേക്ക് ഇറങ്ങണമെന്ന ആഗ്രഹം ഉണ്ടായി കാണുമല്ലോ. അപ്പോൾ ഇത് ചെയ്താൽ ഇതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ, അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു? ശേഷമാണ് ഒരു പോയിന്റിൽ എനിക്കൊരു 100 കോടിയുടെ ആവശ്യം വന്നു. അത് ഇനീഷ്യൽ സ്റ്റേജിലാണ്. അപ്പോൾ ഞാൻ ഈ 3 കമ്പനിയിലെയും ഐ വാസ് വൺ ഓഫ് ദ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ് ദർ. ഈ 3 കമ്പനിയിൽ അത് മുഴുവൻ വിറ്റുകൊണ്ടാണ് അന്ന് 100 കോടി. ഇന്ന് ആ 100 കോടി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വില അന്ന് 3000 കോടിയെങ്കിലും ഉണ്ട്. അത് കാരണം അന്ന് എനിക്ക് കുറച്ച് ലയബിലിറ്റീസ് വന്നു. അപ്പോൾ അങ്ങനെയാണ് അത് വിറ്റത്, എക്സിറ്റ് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ അതിന് ശേഷം ഞാനൊരു ദിവസം ആനന്ദനെ എനിക്കറിയാം. ആനന്ദൻ, ഞാൻ ഒരു ദിവസം എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ആനന്ദനെ കണ്ടപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു, ഒരു കൺസൾട്ടൻസി തുടങ്ങാൻ പോകണം. അപ്പോൾ ആപ്റ്റസ് വാല്യൂൻ്റെ. അപ്പോൾ ഞാൻ ആനന്ദനോട് പറഞ്ഞു ഞങ്ങളുടെ ബോഡി ജോയിൻ ചെയ്യും. അങ്ങനെ ബോർഡിൽ ജോയിൻ ചെയ്ത് ഇവിടെ അന്ന് കുറച്ച് സോപ്പൊക്കെ കിട്ടി. അന്ന് ഡയറക്ടർമാർ കൊടുക്കാമായിരുന്നു അന്നത്തെ റൂൾ അനുസരിച്ച്. നമുക്കൊക്കെ പെട്ടെന്ന് പ്രൈസൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ വിറ്റപ്പോൾ എന്താ പറഞ്ഞു, ഞാനൊരു അപ്പോഴോടെ ഫിനാൻസ് തുടങ്ങുകയാണ്, പ്രൊവൈഡഡ് യു ജോയിൻ മീ. അങ്ങനെ വന്നു. അങ്ങനെയാണ് ഞങ്ങളത് തുടങ്ങിയത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവരെല്ലാം അക്വയർ ചെയ്തിട്ട് മണപ്പുറത്തിന്റെ ഒരു ബ്രാൻഡിലേക്ക് കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഇല്ല, അങ്ങനെ വെച്ചിട്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ലക്ഷ്മിപതി ഓടി വന്നു. എനിക്ക് കാശൊന്നുമില്ല, ചെറിയ കമ്പനിയാണ്, എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ പോയിട്ട് ഫെഡറൽ ബാങ്ക് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പറഞ്ഞപ്പോൾ അവരൊക്കെ ചോദിച്ചു എന്നോട്, ആർ യു ആൻ ഇൻവെസ്റ്റർ എന്ന് ചോദിച്ചു. കാരണം അവരൊക്കെ മണപ്പുറത്തിന് ഫണ്ട് ചെയ്യുന്ന ബാങ്കുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നോ, ഐ വിൽ ബി ആൻ ഇൻവെസ്റ്റർ. അപ്പോൾ ഇഫ് യു ആർ എ സീരിയസ് ഇൻവെസ്റ്റർ ദർ വി വിൽ ഫണ്ട്, then it will be taken as tagged along with Manappuram. ഇതൊക്കെ ആദ്യം ഇനീഷ്യലി ടാഗ്ഡ് അലോങ് വിത്ത് മണപ്പുറം ബിക്കോസ് ഐ എം എൻ ഇൻവെസ്റ്റർ ദർ. അപ്പോൾ അതിനൊക്കെ ബാങ്ക് ഫണ്ടിങ് കിട്ടി പെട്ടെന്ന് ഗ്രോ ചെയ്യാനായിട്ട് പറ്റിയത് അതുകൊണ്ടാണ്. അവിടെ അതിൻ്റെ പ്രൊമോട്ടർ
ഇൻവെസ്റ്റർ ആയിരുന്നു എന്ന് മാത്രമല്ല, ആ മണപ്പുറമായിട്ട് അന്ന് ടാഗ് അലോങ് ചെയ്യാൻ പറ്റുന്നു, ഇത് ഞാൻ കോമൺ ഇൻവെസ്റ്റർ ആണെന്നുള്ളത്, അതും ഈ കമ്പനികളെ ഹെൽപ്പ് ചെയ്തു. അതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ 3 കമ്പനികളുടെ ഭാഗമായി അതും 3 സക്സീഡായി. അതെ. മണപ്പുറം ഗ്രൂപ്പിനകത്ത് ഇത്ര ബിസിനസ്സുകളുണ്ട്, അതും എല്ലാം സക്സസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നീട് അവിടുന്ന് പോന്നതിന് ശേഷം ഫൈവ് സ്റ്റാർ ഇപ്പോൾ ഈ ആശീർവാദ് തുടങ്ങിയതും പിന്നെ ഹോം ഫിനാൻസും ഒക്കെ ടേക്ക് ഓവർ മണപ്പുറത്തിലും ഹോം ചെയ്തത്. ഫിനാൻസ് കൊണ്ടുവന്നത് അപ്പൊ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് അതെ. ഇവിടെയും അതിന്റെ മെറിറ്റ് പിന്നെ ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണ്. പിന്നെ MSME ഒക്കെ തുടങ്ങിയത് അത് ശരി. അങ്ങനെയാണ്. കാരണം ഫൈവ് സ്റ്റാറിന്റെ ബിസിനസ്സാണ് MSME. അതിനുകൂടെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം, ലയൺസ് ക്ലബ്ബിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് ചെറുതായി തുടങ്ങി. മണപ്പുറം തുടങ്ങുന്നതിന് മുൻപേ അത് തുടങ്ങി എന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ അതിനുശേഷം അതിന്റെ ഇന്റർനാഷണൽ ഡയറക്ടറായി, അതുപോലെ IAM കോഴിക്കോടിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിലുണ്ട്. അപ്പോ ബിസിനസ് മാത്രമല്ല അല്ലാത്ത മേഖലകളിലും തൊട്ടാൽ പൊന്നാകുന്നുണ്ട്. ബോർഡ് ഓഫ് ഗവർണേഴ്സ് ചെയർമാനാണ്. അതാണ്. അപ്പോ ബിസിനസ്സിൽ മാത്രമല്ല പുറത്തുള്ള മേഖലകളിലും എവിടെ ചെല്ലുന്നോ അവിടെ എല്ലാം സക്സസ് കണ്ടെത്താൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു പേഴ്സണൽ ട്രീറ്റ് ആണോ ഈ വളർന്നു വന്നതിന്റെയോ? അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ എടുക്കുന്ന കാര്യത്തിനുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്. ഇപ്പോൾ നമ്മളത് എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളത് ഐ എം കമ്മിറ്റഡ് ടു ദാറ്റ്. പിന്നെ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടാലും മൈ നാച്ചർ ഈസ് ഐ വിൽ നോട്ട് ലീവ് ലൈക്ക് ദാറ്റ്. ഇതൊന്നും ആദ്യത്തിലൊന്നും വിജയിച്ചിട്ടല്ല. അപ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ നമ്മളിങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കും. കണ്ടിന്യൂസ്ലി നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്തിട്ടും അതെന്തായി കാരണം, ഇതെന്തായി കാരണം, പിന്നെ നമ്മുടെ ടീമിനെ കൊണ്ട് അത് ഡാറ്റ വെച്ച് നമ്മളിരുന്ന് റിവ്യൂ ചെയ്യും. പിന്നെ വീണ്ടും കണ്ടിന്യൂസ് റിവ്യൂ കൂടെ ദിസ് ഇസ് ദ റീസൺ, ദാറ്റ് ഇസ് ദ റീസൺ, ലെറ്റ് us plug it. അതായത് തെറ്റുകൾ സംഭവിച്ചാൽ അതിൽ നിന്ന് പഠിക്കണം, അല്ലെങ്കിൽ എന്ത് തെറ്റ് പറ്റാം എന്നുള്ളതിനെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അതിനും സൊല്യൂഷനുകൾ ബിൽഡ് ചെയ്ത് പോകും. അപ്പൊ ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിങ് ആണ് വിജയത്തിന്റെ രഹസ്യം. ഇപ്പോൾ ബിസിനസ്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഒക്കെ ആദ്യത്തിലും രണ്ടാമത്തെ സ്റ്റേജിലൊക്കെ എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. യൂഷ്വലി പീപ്പിൾ ഗെറ്റ് ഡിസാർട്ടഡ്. ഞാൻ ഇപ്പോൾ ഈ ബിസിനസ് സ്കൂളിലൊക്കെ വിളിക്കുമ്പോൾ അവരോട് പറയാറുള്ളത് എങ്ങനെയാണ്, പെർസിവിയറൻസ് ആണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ യു ഷുഡ് നോട്ട് ഫിയർ ഫെയിലിയേഴ്സ്. കാരണം ഫെയിലിയേഴ്സ് സക്സസിൻ്റെ കൂടെ പുറപ്പാട് നമ്മൾ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ, പക്ഷേ നമ്മളൊക്കെ അത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. സക്സസ് ഫെയിലിയർ ഇല്ലാതെ സക്സസ് ഇല്ല. അപ്പോൾ ഒരു പെർസിവിയറൻസും ഫോക്കസുമാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ വാട്ട് ഐ യൂസ് ടു ടെൽ ദം, ദേ യൂസ് ടു ആസ്ക് വാട്ട് വി ഷുഡ് ഡു. ഞാൻ പറയും ഡോണ്ട് ട്രൈ ടു കോപ്പി എനിവൺ. വാട്ട് gives you passion in business, whatever it is. You look at what gives you passion, because the business to succeed generally has a long gestation. A perseverance is a must. A passion should guide you rather than profit. Profit will come later. Profit is not a bad word. Profit, but that should not be the only motive. Only motive is to build that. Then profit should come. ഈ പാഷൻ ഷുഡ് ഗൈഡ് യു എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അവിടെ ഒരു വളരെ ക്ലീശ ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വരും. പാഷൻ എങ്ങനെ കണ്ടെത്തും, അല്ലെങ്കിൽ ഒരാൾക്ക് എന്താണ് പാഷൻ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇപ്പോൾ നമ്മൾ പലതും ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഇത് നമുക്ക് പറ്റി നോക്കിയാലോ എന്ന് തോന്നും. അത് പിന്നെ അത് ചെയ്ത് ഒരു വാശി തോന്നണം, വാശി വരും. നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് വാശി വരിക. എന്നത് ശരി, നമുക്കത് വീണ്ടും ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്താലോ, എന്തായിരിക്കും കാരണം? പിന്നെ നമ്മുടെ അത് പരാജയപ്പെട്ടാൽ നമുക്ക് തീരെ കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ ഉറക്കമുണ്ടാവില്ല. അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കാരണങ്ങൾ എക്സിറ്റ് ചെയ്യാനല്ല, റദർ ദാൻ റിക്കൂപ്പ് ചെയ്തിട്ട് റീഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ചാറ്റ് ജിപിടിയുടെ ഫൗണ്ടർ സാം ഓൾട്ട്മാൻ ഈ അടുത്തൊരു സാധനം പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹിറ്റായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണോ എഫേർട്ട്ലെസ് ആയിട്ട് തോന്നുന്നത്, എന്നാൽ അതേ സാധനം ചെയ്യാൻ മറ്റുള്ളവർക്ക് എന്തോ ഇതൊരു ഭയങ്കര പണിയാണല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പെർസ്യൂ ചെയ്യേണ്ട കാര്യം. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതെ, അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും. നമുക്ക് അവരോട് പറയണം, നിങ്ങൾക്ക് അങ്ങനെ പരാജയപ്പെടുമ്പോൾ നിങ്ങൾക്കത് യു ഷുഡ് നോട്ട് ഗെറ്റ് ഡിസാർട്ടൻഡ്, ബട്ട് ദെൻ യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ടു ടേക്ക് ഇറ്റ് ടു സക്സസ്. ഇത് നമുക്ക് ആ വാശിയാകുമ്പോൾ ആ പാഷൻ ഒന്നുകൂടി ഇൻറ്റൻസിഫൈ.
തീർച്ചയായും. അപ്പോൾ നമ്മുടെ അതിശക്തം പോഡ്കാസ്റ്റിന്റെ നമ്മളെ നോർമൽ പോഡ്കാസ്റ്റുകളിലെ ഒരു ഫോർമാറ്റിലുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ അതായത് നമ്മുടെ ഗസ്റ്റിന്റെ ജീവിതത്തിന് ഒരു ഓർഡറിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ കേൾക്കുന്നവർക്കും ആ ജീവിതം ജീവിച്ച പോലെ ഒരു ഫീലിംഗ് വരും. വർഷങ്ങൾ പറഞ്ഞ് പ്രായം പറഞ്ഞിട്ട് ഈ പ്രായത്തിൽ ഇത് ചെയ്തു. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകണം. അത് വെച്ചിട്ട് നമുക്ക് എന്തായാലും എൻഡ് ചെയ്യണം. പക്ഷെ അതിന് മുൻപ് താങ്കളിപ്പോൾ പോലെ ഒരാളെ കിട്ടുമ്പോൾ എനിക്ക് ഗോൾഡിനെ പറ്റി കുറെ സംസാരിക്കണം എന്നുണ്ട്. അതായത് എനിക്കിപ്പോൾ ഒരു ജ്വല്ലറിയിൽ ഒരാളെ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു ബ്രോക്കറെ കിട്ടിയാലോ ഗോൾഡിനെ പറ്റി സംസാരിക്കുമ്പോൾ അപ്പോഴും ബയസ്ഡ് ഒപ്പീനിയനേ വരുള്ളൂ. അവരെങ്ങനെങ്കിലും സ്വർണം വിൽപ്പിക്കാനാണ് ശ്രമിക്കുക. പക്ഷേ താങ്കൾ ഒരിക്കലും അത് ചെയ്യില്ല. അപ്പോൾ വളരെ അൺബയസ്ഡ് ആയിട്ടുള്ള നിഷ്പക്ഷമായ സ്വർണ്ണത്തെ പറ്റിയൊരു ചർച്ച നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നു എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് സ്കൈ റോക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ മുന്നിലേക്ക് അടുത്ത 5 വർഷത്തിലേക്ക് എന്ത് സംഭവിക്കുന്നു തോന്നുന്നു? ഗോൾഡിൻ്റെ പ്രൈസ് ഇനിയും കൂടുമോ, ഇവിടെയൊക്കെ തന്നെ നിൽക്കുമോ, അതോ വലിയൊരു ക്രാഷ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഗോൾഡിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ 30 ഇയേഴ്സ് എടുത്ത് നോക്കിയാൽ ഒരു 10% കാഗർ കിട്ടിയത് അതാണ്. അപ്പോൾ ലാസ്റ്റ് 5 ഇയേഴ്സ് എടുത്താൽ 30% പ്ലസ് കാഗർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഈ നേരത്തെ ഈ ചെറിയ സമയത്തിനുള്ളിൽ പോയാൽ ശരിയാവില്ല. എന്നാൽ തന്നെയും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു അടുത്ത 5 വർഷം കൊണ്ട് ഇപ്പം ഈ ഗോൾഡ് പ്രൈസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20% കൂടാനുള്ള സാധ്യതയാണ്. 20-30% കൂടുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അബൌട്ട് ഗോൾഡ് പ്രൈസ് ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. ആൻഡ് ഫോർ ദ മിഡിൽ ക്ലാസ് ഇറ്റ് ഈസ് ഗുഡ് ഇൻ ഇന്ത്യ. അത് പറയുമ്പോൾ ഇതിനെപ്പറ്റി ആദ്യം ഒരു സ്റ്റഡി നടത്തിയത് ഇന്ത്യയിൽ മണപ്പുറാണ്. കാരണം വെച്ചാൽ ഫസ്റ്റ് ഗോൾഡ് ലോൺ കമ്പനി എന്ന് പറഞ്ഞാൽ NBFC എന്നുള്ളതിലേക്ക്. കാരണം നമ്മൾ പബ്ലിക് ഇഷ്യൂവിന് പോകുമ്പോഴും കാരണം അതിനെപ്പറ്റിയൊരു പബ്ലിക് മാർക്കറ്റിനോട് എന്തെങ്കിലും നമ്മൾ ഒരു ഡാറ്റ പറയണം. അങ്ങനെ ഇക്ര മാനേജ്മെൻറ്റ് സർവീസ് IMAXനെ നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ട് ഒരു വഴിക്കൊരു സ്റ്റഡി നടത്തിയതിൽ അന്ന് കണ്ടത് 18,000 to 25,000 ടൺസ് ഫാമിലി ഗോൾഡ് ഇന്ത്യയിലുണ്ടെന്ന്, ഫാമിലികളിലുണ്ടെന്ന്. അപ്പോൾ ഇതിന്റെ എത്ര ശതമാനം ഇന്ന് പ്ലെഡ്ജ്ഡ് ആണ് അല്ലെങ്കിൽ വെരി ഫ്യൂ ആണ്? വെരി ഫ്യൂ ക്വാണ്ടിറ്റി. ഞാൻ ഓർഗനൈസ് ലെറ്റേഴ്സിൻ്റെ എടുത്താൽ ഇറ്റ് വിൽ നോട്ട് ക്രോസ് 500-600 ടൺസ് അത്ര വരുള്ളൂ. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് അപ്പോൾ ബാക്കി ഇത്രയും അതാണ് സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനു പറയാൻ കാരണം. അല്ലാതെ പക്ഷെ ആ ജിങ്കിൾ പോലും എനിക്ക് ഇത്ര നാൾ ഒരു പേഴ്സണൽ ലെവലിൽ മാത്രമേ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ സാറ് പറഞ്ഞൊരു വിഷയം ഉണ്ടല്ലോ, ഒരു 30,000 അല്ലെങ്കിൽ 35,000 ടൺ ഗോൾഡ് വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാക്രോ ലെവലിൽ ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ അത്രയും അധികം ടൺ ശരിക്കും പ്ലെഡ്ജ് ആകപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ മൊണറ്റൈസ് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പൈസ എക്കണോമിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി എവിടെ എത്തും എന്നുള്ളൊരു മാക്രോ ലെവലിൽ ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണ്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്നും ഷെയർ ചെയ്യുന്നതാണ് പരിചയം പേഴ്സായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും അധികം ഗോൾഡ് ആൾക്കാരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതും ഇങ്ങനെ ഒരു ബിസിനസ്സും ബിൽഡായത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം മലയാളികളുടെ അടുത്താണ് ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഗോൾഡ് ഹോൾഡിംഗ് ഉള്ളത്? അപ്പോൾ വൈ ഡു യു തിങ്ക് എന്തുകൊണ്ടാണ് മലയാളികളും ഇന്ത്യൻസും ഇത്ര ഗോൾഡ് വാങ്ങുന്നത്? ട്രഡീഷൻ ആണോ അതോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പണ്ടേ കണ്ടിട്ടാണോ? ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പണ്ട് കണ്ടിട്ട് തന്നെയാണ്. പക്ഷെ വിതൗട്ട് എനിബഡീസ് അഡ്വൈസ്, ബിക്കോസ് ദിസ് വാസ് ദ ഓൺലി ചോയ്സ്. ബേസ്ഡ് ഔട്ട് ഓഫ് ചോയ്സ് ആണ്, വേറെ ദർ വാസ് നോ അതർ ചോയ്സ്. ബിക്കോസ് ബാങ്കിൽ കൊണ്ടുപോയി ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യലൊന്നും ബാങ്കിൻ്റെ ഇൻറ്റൻസിറ്റി ഉണ്ടായില്ല. ഇതൊക്കെ ഗൾഫ് വന്നതിന് ശേഷമല്ലേ ബാങ്കുകളുടെ ഇൻറ്റൻസിറ്റി കൂടിയത്. അതിന് മുമ്പേ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ടോട്ടൽ ഫാമിലിയുടെ ഒരു വെൽത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ എത്ര ശതമാനമെങ്കിലും ഗോൾഡ് വേണം എന്നാണ്? ഐഡിയലി കാരണം നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്പ്രെഡ്, ഈവൻ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ലൈക്ക് യു, what would you advise? Everyone should have some gold ETF or whatever. Yeah. So ideally, that in our investment, what I feel is one should have 20% in gold in the form of physical or ETF. അപ്പോൾ ETF മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കാം, അപ്പോൾ ഗോൾഡ് ആൾക്കാർ വാങ്ങണമെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നല്ലതാണെന്ന് പറയുമ്പോൾ എന്ത് ഫോമിൽ വാങ്ങുന്നതാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നുന്നത്? എനിവേ ഇപ്പോൾ ETF മേടിച്ചാലും അണ്ടർലൈങ് സെക്യൂരിറ്റി അവർക്ക് വേണം. ഫിസിക്കൽ ഗോൾഡ് തന്നെയാണ് ഒരു ഭാഗത്ത് അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഓർണമെൻ്റ് ആയിട്ട് ധരിക്കാൻ അല്ലെങ്കിൽ ETF വാങ്ങുന്നത് തന്നെയാണ് നല്ലത്.
അല്ല പക്ഷേ അപ്പോൾ അവിടെ കുറച്ചൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിന്റെ ഒരു പ്രശ്നമില്ലേ, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരില്ലേ? ആൾക്കാരെല്ലാവരും ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വഴിയോ ETF വഴിയോ വാങ്ങിച്ചാല് അത് പിന്നെ പ്ലെഡ്ജ് ചെയ്യാൻ മണപ്പുറത്തിലേക്ക് വരില്ല എന്നൊരു വിഷമമുണ്ടോ? ETF അല്ലെങ്കിൽ ഫിസിക്കൽ ഡിജിറ്റൽ ഗോൾഡ് പ്ലഡ്ജ് എടുക്കാമല്ലോ. ഡിജിറ്റൽ ഗോൾഡ് പ്ലഡ്ജ് എടുക്കും, പക്ഷെ മ്യൂച്വൽ ഫണ്ടും ETF എടുക്കില്ലല്ലോ. നല്ല ഇപ്പോൾ പുതിയ റിസർവ് ബാങ്കിൻ്റെ നിയമം വെച്ച് വന്നതുകൊണ്ട് തന്നെ അതിൽ ETF ഒക്കെ എടുക്കാവുന്ന ഒരു ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അതിനിടയിൽ സോവറിൻ ഗോൾഡ് ബോൺഡ്സ് ഒരു വളരെ നല്ലൊരു വേ ടു ഇൻവെസ്റ്റ് ഇൻ ടു ഗോൾഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഫ്രഷ് ഇഷ്യൂ നടക്കുന്നില്ല. അതുപോലെ അതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് മാറി. ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ നേരത്തെ എക്സെംപ്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി പോലും അതിനെടുത്ത് കളഞ്ഞൊരു ബുദ്ധിമുട്ടിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഗോൾഡ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഗോൾഡ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വെൽത്തിന്റെ 20% എങ്കിലും വേണ്ട ഒരു സംഭവമായിട്ട്. 15-20% വേണമെന്ന് ഞാൻ പറയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ആൾക്കാരുടെ ഒരു പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി ചോദിക്കാനുള്ളത്, നിയർലി 60 ലക്ഷം പേരുടെ ഡേറ്റ കാണുന്നുണ്ട്. 60 ലക്ഷം പേർക്കാണല്ലോ ലോൺ കൊടുക്കുന്നത്. നിയർലി 50,000 കോടി രൂപയിൽ പറഞ്ഞ് ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് ഒരു മലയാളി കേരളത്തിലെ ഒരു ഹൗസ് ഹോൾഡിൽ കാണുന്ന ഒരു പേഴ്സണൽ ഫൈനാൻസ് മിസ്റ്റേക്ക് എന്തായിരിക്കും? അല്ലെങ്കിൽ ലോൺ എടുക്കുന്നതിൽ മിസ്റ്റേക്കോ ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ് ചെയ്യുന്നതിൽ മിസ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മലയാളികൾക്ക് കൺസ്യൂമറിസം കൂടുതലാണ്. ഇപ്പോൾ കൺസ്യൂമറിസം കൂടുമ്പോൾ ലോൺ എടുക്കലും കൂടും. അപ്പോൾ പിന്നീന്ന് വലിക്കുന്നൊരു ചരട് വേണം. അപ്പോൾ പേഴ്സണൽ ലോൺ, അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ നോട്ട് ചെയ്യുന്നത് ലെൻഡറെ സംബന്ധിച്ച് അത്ര സേഫ് ആവില്ല, ബോറോവറെ സംബന്ധിച്ച് അത്ര സേഫ് ആവില്ല. കാരണം വെച്ചാൽ ഹീ ഈസ് ആൾസോ ഗോയിങ് ഇൻ ടു എ ഡെറ്റ് ട്രാപ്പ്. ഇപ്പോൾ പഴയ പോലെയല്ല, ഇന്ന് എല്ലാ ലോണുകളും ബ്യൂറോസിൽ വരുമ്പോൾ ദെൻ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ലീഡ് ടു സിസ്റ്റമിക് ടു ഇമ്പോസ് എ സിസ്റ്റമിക് പവർ ഓൺ ഹിം. സിസ്റ്റം തന്നെ ഫർദർ ലോൺ എടുക്കുന്നത് ബാധിക്കും, കാരണം അവിടെ തിരിച്ചടവൊക്കെ ഫെയിലാവുമ്പോൾ. പക്ഷേ ഇത് ഒരു റെസ്പോൺസിബിൾ ബോറോയിങ് ആയിരിക്കും ഗോൾഡിന് അഗെൻസ്റ്റ് ആകുമ്പോൾ. കാരണം ദർ ഇസ് എൻ ഇൻറ്റേർണൽ പ്രഷർ ഫ്രോം ദ ഫാമിലി. ഇപ്പോൾ വാട്ട് വി യൂസ് ടു ഡു, ഒരു ഗോൾഡ് ആണെടുത്താലും ദർ ഇസ് എൻ ഇൻവിസിബിൾ ഗ്യാരണ്ടി എന്ന് പറയും ഫ്രം ദ ഫീമെയിൽ ഫോൾക്ക്, മേ ബി ഹിസ് ഡോട്ടർ, മേ ബി ഹിസ് വൈഫ്, മേ ബി whoever, whichever lady, because what we used to see, the real owners for the jewelry are the female folk in the family എന്നാണ് generally what we see. അപ്പോൾ ഗോൾഡ് ലോണിന്റെ സെക്യൂരിറ്റി ശരിക്കും ആ ഗോൾഡ് മാത്രമല്ല, എന്നാൽ ഈ പറഞ്ഞ പോലെ ഗോൾഡ് മോണിറ്റൈസ് ചെയ്യാനാണ്. ഗോൾഡ് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല, ഗോൾഡ് മോണിറ്റൈസ് ചെയ്യുക, ഗോൾഡ് ഒരു സെക്യൂരിറ്റി മാത്രമല്ല, അല്ലാതെ വി ആർ നോട്ട് ബൈ. അല്ല, ഞാൻ പറഞ്ഞത് ആ സെക്യൂരിറ്റി, ആ ഫിസിക്കൽ അസറ്റ് എന്ന സെക്യൂരിറ്റിന് പകരം ഇമോഷണൽ സെക്യൂരിറ്റി അപ്പുറത്ത് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ എന്തായാലും ഇമോഷൻസിനെ പറ്റി സംസാരിച്ച സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ലൈഫിനെ ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ലൈഫിന്റെയും ആ ലൈഫിൽ ഇന്റർവോവൺ ആയിട്ട് ബിസിനസിന്റെ സ്റ്റോറി കൂടി കേൾക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 1954 1954 വലപ്പാട് ജനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ അതിനിടയിൽ ചെറുപ്പത്തിലെ കുറച്ച് കഥകൾ കേട്ടെങ്കിലും ഈ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ശരിക്കും എന്തായിരുന്നു ചൈൽഡ്ഹുഡ്, വാട്ട് വാസ് ചൈൽഡ്ഹുഡ് ലൈക്ക്? പേരൻസ് എങ്ങനെയായിരുന്നു? എന്ത് തരത്തിലുള്ള ഫാമിലി ആയിരുന്നു? പാരൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും അധികം വർഷിപ്പ് ചെയ്യുന്ന പാരൻസാണ്. കാരണം എന്താ വെച്ചാൽ ഞാനിന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ജനിച്ചത് മാത്രമല്ല, അവരുടെ ആ മോറൽ സപ്പോർട്ടും അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള പരാജയപ്പെടാനും ഇതിനൊക്കെ തന്നിട്ടുള്ള ഫ്രീഡമൊക്കെ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാനും ഒരു കമ്പൽഷനും ഇല്ലാതെ, ഇപ്പോൾ ഒരു ഇന്നത് പഠിക്കണമെന്നൊരു നിർബന്ധം ഇല്ലാതെ. അപ്പോൾ ഞാൻ പഠിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ വാട്ട് ഐ വാണ്ട് ടു ഡു ഇൻ ലൈഫ് ഈസ് ടു ബിക്കം എ ഡോക്ടർ. അതിൽ അങ്ങനെ മെഡിക്കൽ ഡോക്ടറാണ്. അപ്പോൾ അതിൽ അത് കഴിഞ്ഞു. ഞാൻ അന്ന് 60% ഡിഗ്രി കഴിഞ്ഞവർക്കായിരുന്നു. എൻ്റെ BSc കഴിഞ്ഞപ്പോൾ ഐ വാസ് ഫസ്റ്റ് ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ് ഫോർ MBBS. അന്ന് കുറച്ച് സീറ്റുള്ളൂ. BSc കഴിഞ്ഞിട്ട് അന്ന് 40% പ്രീ ഡിഗ്രിക്കാർക്കും 60% അന്നായിരുന്നൊക്കെ അങ്ങനെയായിരുന്നു. അല്ലാതെ അന്നൊന്നും എൻട്രൻസ് ഒന്നുമില്ല, ക്വാളിഫൈ മാർക്സ് വെച്ചിട്ട്. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി ഏത് സബ്ജക്റ്റിൽ പോകണം എന്ന് എങ്ങനെ തീരുമാനിച്ചത്?
അത് കാരണം ഡോക്ടർ ആവണം എന്നുള്ളതുകൊണ്ട് സുവോളജി എടുത്തു. ഓ അത് ശരി. ഓ അത്രയും പ്ലാൻഡ് ആയിട്ട് ഡോക്ടർ ആണെന്നുള്ളതുകൊണ്ട് അത് ശരി. സുവോളജി എടുത്തു. അങ്ങനെ പിന്നെ അതിനുശേഷം BSc കഴിഞ്ഞിട്ട് ബി എസ് സി എഴുതിയപ്പോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻട്രൻസ് വേണ്ടെന്ന് ആ ക്വാളിഫൈ മാർക്സ് വെച്ചിട്ട് എനിക്ക് MBBS ഞാൻ സ്റ്റേറ്റിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഫസ്റ്റ് ആയിരുന്നു. അന്ന് കുറച്ച് സീറ്റ് മാത്രമേ BDSനുള്ളൂ, 14 സീറ്റ്, 30 സീറ്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ, ബാക്കി ഒരു സ്ഥലത്തൊന്നും ഇല്ല. ഇത് ഏതാ വർഷം, ഉദ്ദേശം എത്രയായിരിക്കും? ഇത് ഇത് 74 74. ആ BSc ശരി. അപ്പൊ 20 വയസ്സ് പ്രായമുള്ളപ്പോ. അതെ. ഓക്കെ. 74. അപ്പൊ അന്ന് പക്ഷെ എനിക്ക് BDSന് കിട്ടി. പിന്നെ ഞാൻ MSc ചേർന്നു. പക്ഷെ BDS ആയതുകൊണ്ട് ചേർന്നില്ല. പിന്നെ ചേർന്നില്ല. Okay. അപ്പൊ MSc ക്ക് പോയി. MSc പോയി. MSc ഏത് വിഷയത്തിലാ ചെയ്തത്? സുവോളജി തന്നെ. ഓക്കെ. അപ്പോഴും പിന്നെയും പ്ലാൻ ഉണ്ടോ MSc കഴിഞ്ഞിട്ട് ഒന്നുകൂടി MBBS ട്രൈ ചെയ്യാൻ? പോകാമായിരുന്നു. ആ. അപ്പം പക്ഷെ അപ്പോഴേക്കും എനിക്ക് പിന്നെ ബാങ്കിൽ, നെടുങ്ങാടി ബാങ്ക് എന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആയിട്ട് മെർജ് ചെയ്തു പിന്നീട് കേരളത്തിലുള്ള ബാങ്ക് മുഴുവൻ. അപ്പോൾ നെടുങ്ങാടി ബാങ്കിൽ ഒരു ഓഫീസറായിട്ട് കിട്ടി. അപ്പം അങ്ങനെ കിട്ടിയത് കൊണ്ട് പിന്നെ MBBS പെർസ്യൂ ചെയ്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ 50 മാർക്ക് കൂടെ കിട്ടും. അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ചേരാമായിരുന്നു 2 കൊല്ലം കഴിഞ്ഞിട്ട്. പിന്നെ അതിന് പെർസ്യൂ ചെയ്തില്ല. പിന്നെ ബാങ്കിൽ സുവോളജി പഠിച്ചിട്ട് MBBS ആകാൻ സ്വപ്നവും കണ്ടൊരു വ്യക്തി പെട്ടെന്ന് എങ്ങനെ ബാങ്കിലൊരു ജോലിയിലേക്ക് പോയി? ബാങ്കിൽ ജോലി എന്ന് പറഞ്ഞപ്പോൾ അന്നൊക്കെ ഒരു കവറ്റഡ് പൊസിഷനാണ്. പിന്നെ ഞാൻ ഈ ബാങ്കിങ്, പാരാ ബാങ്കിങ് കണ്ടിട്ടാണല്ലോ വളർന്നത്. അപ്പോൾ അതിലേക്ക് പോയി. കാരണം പിന്നെ MSc ഒക്കെ കഴിയുമ്പോഴേക്കും 22 വയസ്സായി. അപ്പോൾ ഞാനിപ്പോൾ കുറേ കൂടി അപ്പോൾ പ്രായത്തിൽ കുറച്ചുകൂടെ കൂടിയില്ലേ. അപ്പോൾ പിന്നെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഇതൊരു പാഷൻ തോന്നി. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് മാറി. അപ്പോഴും ഞാൻ എൻ്റെ സാലറിയിലൊക്കെ നല്ലൊരു ഭാഗം അപ്പോഴും സേവ് ചെയ്യും. പിന്നെ കുറച്ചൊക്കെ അന്ന് തൊട്ട് തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തും. എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്? കുറച്ച് ഷെയർസൊക്കെ ചെറുതായിട്ടൊക്കെ നടത്തും. അപ്പോൾ ജോലിക്ക് കയറുന്നത് ഏത് പ്രായത്തിലാണ്? ഞാൻ 76 MSc കഴിഞ്ഞപ്പോൾ തന്നെ കയറി. 22ാമത്തെ വയസ്സിൽ തന്നെ ജോലിക്ക് കയറാൻ പറ്റി. അപ്പൊ അത് അന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കി അതൊരു വലിയ സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റേണ്ടതല്ലേ? അല്ല, അതുകൊണ്ട് തന്നെയാണ് പിന്നെ MBBS പോകാതിരുന്നത്. അന്ന് ബാങ്കിൽ ഓഫീസറൊക്കെ ആയിട്ട് കിട്ടാന്ന് പറഞ്ഞാൽ വേറെ മറ്റു ഓപ്പർച്യൂണിറ്റി വലിയൊരു കാര്യമാണ്. അപ്പൊ എങ്ങനെ എക്സാംസ് എഴുതിയിട്ട്? എക്സാമാണ് അത് എഴുതിയിട്ട് തന്നെ കിട്ടുക. അപ്പൊ സ്കൂളിലും കോളേജിലും ഒക്കെ അക്കാഡമിക്കലി വളരെ ബ്രില്യന്റ് നന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ക്രൈസ്റ്റ് കോളേജിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ അല്ലാതെ ക്രൈസ്റ്റ് കോളേജിലൊന്നും കിട്ടില്ല. വലപ്പാട് ഹൈസ്കൂളിലും അങ്ങനെ തന്നെയായിരുന്നു. ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചത്. ഓക്കെ, അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം എന്താ, പിന്നെ അമ്മ പിന്നെ ടീച്ചറായിരുന്നു. അതൊക്കെ കൊണ്ട് അങ്ങനെ എൻകറേജ് ചെയ്തിട്ടൊന്നുമല്ല. പിന്നെ എൻ്റെ കസിൻസൊക്കെ. അക്കാഡമിക്കൽ ബ്രില്യൻസിന്റെ കൂടെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിലും കോളേജിലും? അന്നൊക്കെ നമ്മൾ അന്ന് കളിക്കാനൊന്നും അത്ര സൗകര്യമൊന്നുമില്ല. നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം പ്രധാനമായിട്ടും വായന, പിന്നെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇൻട്രാക്ഷനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ സമയമായി. അല്ല, അപ്പൊ ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് കിട്ടുന്നുണ്ട്. ബിസിനസ്സിൽ ബാക്കി പാർട്ട് ടൈം ബാക്കിയുള്ള സമയം മുഴുവൻ ബിസിനസ്സിൽ അച്ഛൻ്റെ കൂടെ. അതിലേക്കാണ് ഞാൻ വരാനിരുന്നത്. അതായത് അപ്പോൾ അച്ഛന് അന്നേ ബിസിനസ് ഉണ്ടല്ലോ. അതായത് സാർ ജനിക്കുന്നതിന് മുൻപ് തന്നെ 1949 ബിസിനസ് തുടങ്ങി. സാർ ജനിക്കുന്നത് 1954 എല്ലാ ഓൾഡേഴ്സിലും ഞായറൊക്കെ അച്ഛൻ്റെ കൂടെ വരും, വന്നിരിക്കും. അത് ശരിക്കും എനിക്ക് ഒട്ടും പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിൽ. അതെന്തായിരുന്നു? ചെറിയൊരു കടമുറിയായിരുന്നോ? എന്തായിരുന്നു ശരിക്കും ബിസിനസ്? ഒരു 200 സ്ക്വയർ ഫീറ്റ് ഉള്ള, ഇവിടെ തന്നെ അടിയിൽ ഒരു 200 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്ഥലമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്നതിന് ശേഷമാണ് അതൊരു 500 സ്ക്വയർ ഫീറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തത്. എന്തൊക്കെ ചെയ്യുമായിരുന്നു ആ ബിസിനസ്? എന്തായിരുന്നു? വാട്ട് വാസ് ദാറ്റ് ബിസിനസ് ആക്ച്വലി? 86 അച്ഛൻ എന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് അച്ഛനോട് പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ ബാങ്കിൽ മാനേജറാണ്. അപ്പോൾ എന്താണ് പരിപാടി ചോദിച്ചത്, എൻ്റെ പരിപാടി എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി പറഞ്ഞു എനിക്ക് ഇനി ഒരു 5-6 മാസത്തിൽ കൂടെ ജീവിക്കാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അന്ന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവരും. അപ്പം അതുകൊണ്ട് പുള്ളി പറഞ്ഞു ഐ കുഡ് സീ ലോട്ട് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ഇൻ യു. അതുകൊണ്ട് വൈ കാണ്ട് യു തിങ്ക് അബൌട്ട് റിസൈനിങ് യുവർ ജോബ് ആൻഡ് ടേക്കിംഗ് ഓവർ ദിസ്. അതങ്ങനെ ആരും പറയില്ല.
അപ്പം പുള്ളി അത് കമ്പൽസറി ആയിട്ടൊന്നല്ല പറഞ്ഞു, ഒരു ഓപ്ഷനായിട്ട്. അന്ന് ആ സമയത്ത് എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് പറ്റിയിരുന്നു, ഒരു ബൈക്കിൻ്റെ. അങ്ങനെ വലപ്പാട് ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ട് തന്നു. ഞാൻ ചോദിച്ചിട്ടല്ല, ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നതാണ്. അതിന് മുൻപ് എവിടെയായിരുന്നു? ഞാൻ ജോയിൻ ചെയ്ത മദ്രാസിലായിരുന്നു. ഓ അത് ശരി. പിന്നെ കോഴിക്കോട് ഹെഡ് ഓഫീസിൽ വന്നു. പിന്നെ തൃശ്ശൂർ, പാലക്കാട് കുറേ ബ്രാഞ്ചുകളിലൊക്കെ വർക്ക് ചെയ്തു. അപ്പൊ ഈ 1986 അച്ഛൻ ചോദിച്ചത്. അപ്പോ ജോയിൻ ചെയ്തിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം നിയർലി. അപ്പൊ 10 വർഷം നെടുങ്ങാടി ബാങ്കിൽ വർക്ക് ചെയ്തു. വർക്ക് ചെയ്തു 10 വർഷം. ആ എക്സ്പീരിയൻസ് ഉള്ള സമയത്താണ് അച്ഛൻ അത് ആവശ്യപ്പെടുന്നത്. അതെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ധൃതിപ്പെട്ടൊന്നും പറയണ്ട, നീ ഇപ്പം അതിൻ്റെ ഭാര്യയായിട്ട് ചോദിച്ചിട്ട് സുഷ്മ വരും, സുഷ്മയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് എന്താ തീരുമാനിച്ചാൽ മതി. അപ്പോൾ കാരണം പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഇത് വരും. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യണ്ട, എനിക്കതിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാൻ ചെയ്തോളാം. എന്നാൽ പിന്നെ നാളെ തൊട്ട് അത് ഏറ്റെടുത്തോ, മറ്റേ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തോളാം. അപ്പൊ ഇങ്ങനെയാണ് ആ തീരുമാനം എടുത്തത്. ഭയങ്കര വലിയൊരു ലൈഫ് ഡെസിഷൻ ആയിരുന്നു കാണുമല്ലോ. വലിയ ഡിസിഷൻ ആയിരുന്നു. കാരണം പിന്നെ ആളുകളൊന്നും അന്ന് ബാങ്കിൽ നിന്നൊന്നും ഒരു ചെറിയ ഷോപ്പ് നടത്താനൊന്നും റിസൈൻ ചെയ്യില്ല. അപ്പം എനിക്ക് തോന്നുകയാണ്, ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഒരു 32 വയസ്സായ ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് പുറത്താക്കിയിട്ടാവുമെന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി, അതല്ല, എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കണം എന്നൊരു വാശി തോന്നി. അപ്പൊ ഈ 1986 ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അന്ന് ആ ബിസിനസ് എന്ത് സ്കെയിലായിരുന്നു? നല്ല പൈസ ഉണ്ടാക്കുന്ന? അന്ന് 5 ലക്ഷം ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ അന്ന് 10-20 ലക്ഷം ഡെപ്പോസിറ്റും ഉണ്ട്. അങ്ങനെ 25 ലക്ഷം റുപ്യ ഗോൾഡുണ്ട്. വേറെ ഒന്നുമില്ല. ശരിക്കും ഇപ്പോൾ നമ്മൾ 2026 ഇരിക്കുമ്പോൾ എനിക്ക് 1986 ആ നമ്പേഴ്സ് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സിമ്പിളായിട്ട് ചോദിക്കാനാണെങ്കിൽ അന്നത്തെ വലിയൊരു സെറ്റപ്പ് ആയിരുന്നോ? നല്ല റിച്ച് ഫാമിലിയും റിച്ച് സെറ്റപ്പും വലിയൊരു ഫ്ലറിഷിംഗ് ബിസിനസ് ആയിരുന്നോ? അതോ ചൈൽഡ്ഹുഡിൽ ഒരു മിഡിൽ ക്ലാസ് ആയിരുന്നു, ഒരിക്കലും അപ്പർ മിഡിൽ ക്ലാസ് ആയിരുന്നില്ല. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ടാക്സൊക്കെ കൊടുത്ത്, കാരണമുള്ള ഇൻകമൊക്കെ ആയി ടാക്സൊക്കെ കൊടുത്തു തുടങ്ങി. കാരണം അത് ആ ഇൻകമുള്ള ആരും ഈ നാട്ടിൽ ടാക്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തീരദേശത്തെ ആദ്യത്തെ ടാക്സ് പെയറാണ്. ഓ ശരി. കാരണം വേറെ ആർക്കും ഇൻകമില്ല. അല്ല ഇൻകമില്ല എന്നല്ല, കണക്ക് കാണിക്കുന്ന ഒരു പരിപാടിയില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഡോക്ടറാകാൻ പറ്റാതിരുന്നത്. കാരണം എന്താ വെച്ചാൽ, അതർവൈസ് ഞാൻ ജനിച്ചത് ഇഴവ കമ്മ്യൂണിറ്റിയിലാണ്. റിസർവേഷൻ കിട്ടും, OBC റിസർവേഷൻ കിട്ടുമായിരുന്നു. എനിക്ക് കിട്ടിയില്ല. കാരണം അമ്മ ടീച്ചറുമാണ്, അച്ഛൻ ഇൻകം ടാക്സ് ഓഫീസറാണ്. അപ്പോൾ ഇൻകം അതിലൊരു ക്രൈറ്റീരിയയാണ്. ഇപ്പോഴാണ് അതൊക്കെ റിലാക്സ് ചെയ്തത്. അന്ന് 8,000 രൂപ ആനുവൽ ഇൻകമാണ് ഞാൻ പാസ്സാകുന്ന കാലത്ത്. അല്ലെങ്കിൽ OBC റിസർവേഷൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് കിട്ടും. എനിക്ക് ജനറൽ കാറ്റഗറിയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ബാങ്കിൽ നിന്ന് മോശമില്ലാത്തൊരു സാലറി, അതും ഫിക്സ്ഡ് ആയിട്ട് കിട്ടി. അപ്പൊ ആ ഒരു ഈക്വലന്റ് ആയിട്ടുള്ള ഭാര്യ ഗവൺമെന്റ് ഹൈസ്കൂൾ ടീച്ചറാണ്, ആ ഇൻകം ഉണ്ട്. അല്ല, ബിസിനസ്സിൽ നിന്നും അങ്ങനെ ഒരു ഇക്വലന്റ് എമൗണ്ട് എടുക്കാൻ സാധിക്കുമെന്നും കൂടി മനസ്സിലായതുകൊണ്ടാണ്. അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നു. അതിനേക്കാൾ കൂടുതൽ ഇൻകം അവിടെ ഉണ്ടാവും. ഓക്കെ. അതുപോലെ സിബ്ലിങ്സ് ഉണ്ടായിരുന്നോ? സഹോദരങ്ങൾ? എൻ്റെ താഴെ 3 സിസ്റ്റേഴ്സാണ്. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരാൾ ഇപ്പോൾ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ 1986 അത്ര വലിയൊരു ഡിസിഷൻ എടുത്തിട്ട് ആ ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ആൾക്കാരെ കാണിച്ചു കൊടുക്കണം, ഇത് വിജയിച്ച് എന്റർപ്രൈസിംഗ് ആയി വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. വായിക്കാൻ തുടങ്ങി. അങ്ങനെ കമ്പനി തുടങ്ങി. അങ്ങനെ 92 കമ്പനി തുടങ്ങി. 92 അതെ, 92 38 വയസ്സുള്ളപ്പോഴാണ് ഫോർമലി മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ് കമ്പനി തുടങ്ങിയത്. RBI NBFC ലൈസൻസ് എടുക്കുന്നപ്പോഴാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു NBFC RBI രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം പബ്ലിക് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ്. അന്ന് മാൻഡേറ്ററി ആയിരുന്നില്ല. ഈ 1992 അപ്പോൾ 1986 എടുത്തിട്ട് 92 വരെ ഒരു 6 വർഷ കാലഘട്ടം ഉണ്ടല്ലോ. ആ 6 വർഷം അപ്പോൾ RBI രജിസ്റ്റേർഡ് അല്ല എന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെയല്ല. അത് സ്റ്റേറ്റ്, അത് പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ലെൻഡിങ് ആക്ടിവിറ്റി കൊടുക്കണമെങ്കിൽ RBI രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നുമില്ല. അതൊക്കെ പിന്നീടല്ലേ വന്നത്.
റെഗുലേഷനൊക്കെ. അന്ന് സ്റ്റേറ്റ് മണി ലെൻഡേഴ്സ് ആക്ട് എടുത്താൽ മതി, ലൈസൻസ് എടുത്ത്. ഇപ്പോഴും അങ്ങനെ മതി, പക്ഷെ വളരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏതൊരു മൊമെന്റിലാണ് വളരണം, ഇൻകോർപ്പറേറ്റ് ചെയ്യണം, RBI ലൈസൻസ് എടുക്കണം? അല്ല, അത് അപ്പം തൊട്ട് തുടങ്ങി. 86-ലേ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പിന്നെ നമ്മൾ പഠിച്ചു തുടങ്ങി. അന്ന് ചാർട്ടർ അക്കൗണ്ടൻസ് അതൊന്നും തൃശ്ശൂർ തന്നെ 4 ആളുള്ള കാലമാണ്. അപ്പോൾ എംപ്ലോയി ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് പഠിക്കണം, വായിച്ചു. അപ്പോൾ 92-ൽ ഞാൻ തന്നെ പഠിച്ചിട്ട് തൃശ്ശൂർ പോയിട്ട് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. പിന്നെ 3 കൊല്ലം വേണം പബ്ലിക് ഇഷ്യൂവിന് പോകാൻ. പബ്ലിക് ഇഷ്യൂവിന് ഒരു ലീഡ് ബാങ്കറെ കിട്ടണം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 3 കൊല്ലം പ്രോഫിറ്റബിൾ ബാലൻസ് ഷീറ്റ് വേണം. അപ്പോൾ 3 കൊല്ലം പ്രോഫിറ്റബിൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി 95-ൽ ഇന്ത്യയിലെ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തു. അന്നത്തെ ലീഡിങ് മർച്ചൻ്റ് ബാങ്കറായിരുന്ന പ്രൊഡൻഷ്യൽ ക്യാപിറ്റലിനെ കൊണ്ട് ഇഷ്യൂ ലീഡ് ചെയ്യിച്ചു. അതായത് 1995-ല് 41 വയസ്സുള്ളപ്പോൾ ബിസിനസ് ഏറ്റെടുത്തിട്ട് വെറും 9 വർഷങ്ങൾക്കുള്ളിൽ അത് IPO ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് IPO ചെയ്യണം എന്നുള്ളൊരു തോട്ടിലേക്ക് പോയത്? പലരും ബിസിനസ് തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണല്ലോ IPO ചെയ്യുകയും. ക്യാപിറ്റൽ കിട്ടണമെങ്കിൽ അത് വേണം, നമ്മളുടെ ക്യാപിറ്റലും കൂടെ വേണ്ടേ. ബോറോ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം, എല്ലായിട്ടും ക്യാപിറ്റൽ വേണം. അപ്പോൾ ക്യാപിറ്റൽ കിട്ടണം, പിന്നെ വലുതാക്കണേ അങ്ങനെ തന്നെ വേണം. അതാണ്. അപ്പോൾ അവിടെയാണ് മേ ബി ഒരു ഗോൾഡ് ലോൺ ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു NBFC ബിസിനസിന്റെ സ്ട്രക്ചർ മേ ബി കേൾക്കുന്ന എല്ലാവർക്കും അറിയില്ല എങ്കിൽ ശരിക്കും അവർ ചെയ്യുന്നത് പുറത്തുനിന്ന് ക്യാപിറ്റൽ ബോറോ ചെയ്യും, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ ആകാം, അല്ലെങ്കിൽ ഡെറ്റ് ക്യാപിറ്റൽ ആകാം. അത് നമ്മുടെ അടുത്ത് നിന്ന് സ്വർണം വെക്കുന്നവർക്ക് നമ്മൾ പൈസ ആയിട്ട് കൊടുക്കും. നമുക്കൊന്നും ഇക്വിറ്റി ക്യാപിറ്റൽ വേണം, സ്ട്രക്ചേർഡ് ആവണം, ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ടാവണം, പ്രൊഫഷണൽ മാനേജ്മെന്റ്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനി ആവണം. പക്ഷെ മറ്റു പല NBFCs നമ്മുടെ നാട്ടിൽ മോശമില്ലാത്തൊരു ഗ്രോത്ത് ഒരു IPO ചെയ്യാതെയൊക്കെ ചെയ്യുന്നത് കാണലുണ്ടല്ലോ. അപ്പൊ അവരെങ്ങനെയാണ് അപ്പോൾ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നത്? സ്വന്തമായി പണ്ടേ ക്യാപിറ്റൽ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കും, ഫാമിലി വെൽത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഫാമിലി വെൽത്ത് ഇല്ലാഞ്ഞത് കൊണ്ട് 1995-ൽ ഗ്രോ ചെയ്യണം എന്നുള്ള അംബീഷൻ ഉണ്ടായത് കൊണ്ട് പിന്നെ IPO മാത്രമായിരുന്നു. പറഞ്ഞല്ലോ, എനിക്ക് തോന്നി ഞാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഇന്ന് നെടുങ്ങാടി ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് മണപ്പുറം. കാരണം ഇന്ന് ഈ കാത്തലിക് ബാങ്കിനേക്കാളും ധനലക്ഷ്മി ബാങ്കിനേക്കാളും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് AEM വെച്ചിട്ട് അതിനേക്കാൾ എത്രയോ വലുതാണ് മണപ്പുറം. തീർച്ചയായും. അപ്പോൾ അന്ന് എത്ര രൂപയാണ് IPO-യിലൂടെ റേസ് ചെയ്തത്? അന്ന് 1,40,00,000 പ്രൊമോട്ടേഴ്സ് എക്വിറ്റി. അപ്പോൾ അത് എൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആളുകളുടെ ഇതൊക്കെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടവരൊക്കെ കണ്ടൊക്കെ ക്യാപിറ്റലൊക്കെ പല കണ്ടെടുത്തു. എല്ലാവരും കൂടെ 10,000 ആളെ ഒന്നിച്ച് പ്രൊമോട്ടറാക്കി. അന്നൊക്കെ പറ്റുമായിരുന്നു. പിന്നീടല്ലേ സെബിയൊക്കെ വന്നത്, നിയമങ്ങളൊക്കെ മാറ്റിയത്. അപ്പോൾ എല്ലാവരും കൂടി പ്രൊമോട്ടറാക്കി. 1,40,00,000, ബാക്കിയുള്ള 1,60,00,000 മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്തു. അത് 2,50,00,000 ഇഷ്യൂ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ബാക്കി റീഫണ്ട് ചെയ്തു. 3 കോടി പെയ്ഡപ്പ്. അപ്പോൾ എന്നിട്ട് ആ ക്യാപിറ്റൽ വെച്ചിട്ടാണ് പിന്നെ ഇന്നത്തെ ഈ എൻറ്റയർ ഗ്രോത്തും സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ക്യാപിറ്റൽ ഇട്ടിട്ടുണ്ടായിരുന്നോ 1986-ലോ അല്ലെങ്കിൽ 86-ഓ 92-ഓ? അതിനുശേഷം കുറേ ആൾക്കാർ ആദ്യം 10 രൂപയെന്ന് 7 രൂപ 6 രൂപയാവും. അപ്പോൾ കുറേശ്ശെ എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊടുത്തിട്ട് മാർക്കറ്റിൽ 7 രൂപയാണെങ്കിൽ അവർ 10 രൂപയ്ക്ക് മേടിക്കും ഷെയർ. ശരി. അങ്ങനെ ഞാൻ കുറേ ഷെയർസ് അക്യുമുലേറ്റ് ചെയ്ത് അവർക്ക് നഷ്ടമില്ല. ചിലർക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടി കൊടുത്തിട്ട് മേടിക്കും, മാർക്കറ്റിനേക്കാൾ കൂടുതൽ. അന്ന് അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സെബി ഗൈഡ് ലൈൻസ് ഒക്കെ പിന്നീട് വളരെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ IPO ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഡൈല്യൂട്ട് ചെയ്തിരുന്നു കമ്പനിയുടെ? കമ്പനിയുടെ 1 crore പെയ്ഡപ്പ് പ്രൊമോട്ടേഴ്സിൻ്റെയും 1,60,00,000 പബ്ലിക്കിൻ്റെയും. അത് നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ നോക്കുമ്പോൾ അന്ന് ഒരു 60,00,000 പൈസ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 6 കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണത്. വെരി നൈസ്. അപ്പോൾ അങ്ങനൊരു IPO ചെയ്ത് 1995 മുതലാണ് ഒരു പ്രോപ്പർ ഫോർമൽ ഗ്രോത്ത് ജേർണി സ്റ്റാർട്ട് ചെയ്തതെന്ന് കാണാൻ സാധിക്കും. ലിസ്റ്റഡ് കമ്പനി. അതെ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നീട് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് വളരെ ക്ലിയർലി എനിക്ക് കാണാൻ സാധിക്കുന്നത് 3 ഫേസസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 95 മുതൽ 2005 വരെ ഒരു ഫേസ് ഉണ്ട്. 2004 ഫൈനാൻഷ്യൽ ഇയർ 2004-ലാണ് 10 കോടി ആനുവൽ റവന്യൂ അടിച്ചിട്ടുള്ളത് ഞാൻ ഡേറ്റ നോക്കി. പിന്നീട്
അടുത്തൊരു 10 വർഷം 2004-05 മുതൽ 2015 വരെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലിറ്റ്സ് ഗ്രോത്തിന്റെ ഒരു സ്റ്റേജ് ആണ്. 10 കോടി ആനുവൽ റവന്യൂവിൽ നിന്ന് 2000 കോടിയോളം ആനുവൽ റവന്യൂവിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു 2012 ഒക്കെ ആയപ്പോൾ തന്നെ 2000 ക്രോർസും 2014 ഒക്കെ ആയപ്പോൾ 2000 ക്രോർ ആനുവൽ റവന്യൂവിലേക്ക് എത്തി. പിന്നെ ഒരു 2015 മുതൽ 25 വരെ നോക്കുകയാണെങ്കിൽ ആ 2000 ക്രോർ എന്നുള്ളത് വളർന്ന് 10,000 ക്രോർ ആനുവൽ റവന്യൂവിലേക്ക് എത്തി. അപ്പോൾ ഈ സ്റ്റേജസിന്റെ ഓരോന്നിലേക്ക് പോയിട്ട് ആ സ്റ്റേജസിന്റെ എന്തായിരുന്നു മാനസികാവസ്ഥ, അപ്പോഴുണ്ടായിരുന്ന ചലഞ്ചസ് എന്തായിരുന്നു എന്ന് പെട്ടെന്ന് പറയാനാണെങ്കിൽ, ആദ്യത്തെ 95 to 2005 IPO കഴിഞ്ഞു, ആദ്യത്തെ ഒരു 10 കോടി ആനുവൽ റവന്യൂവിലേക്ക് എത്തുന്നു എന്നുള്ളത് സ്ട്രഗിളുകളുടെയും ചലഞ്ചുകളുടെയും പ്രോസസ്സുകൾ ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ ഒരു ജേർണി ആയിരുന്നു ആണല്ലേ? ഒരുപാട് ചലഞ്ച്. കാരണം ബാങ്ക് ഫണ്ടിങ് കിട്ടില്ല. ബാങ്ക് ഫണ്ടിങ് കിട്ടണമെങ്കിൽ തന്നെ നമ്മുടെ വീടും പറമ്പൊക്കെ കൊടുത്ത് പ്ലഡ്ജ് കൊടുത്താലേ കിട്ടുള്ളൂ. പിന്നെ പബ്ലിക് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. അന്ന് പറ്റുമായിരുന്നു. പിന്നീട് നമ്മൾ സറണ്ടർ ചെയ്താണ്. അപ്പോൾ അത് മാത്രമേ ഉള്ള സോഴ്സുള്ളൂ. അപ്പൊ അത് വെച്ച് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഗ്രോത്തേ പറ്റുള്ളൂ. പിന്നീടാണ് ഞാൻ എപ്പോഴും ഐ സ്റ്റേ വൈഡ്ലി കണക്റ്റഡ്. ഇപ്പം ഞാൻ ഇന്ത്യൻ NBFC അസോസിയേഷൻ ഇന്നത്തെ FIDC ഫിനാൻഷ്യൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ SRO ആണ്, സ്റ്റാറ്റ്യൂട്ട് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷനാണ്. അതിൻ്റെ അന്നത്തെ പേര് ALFS എന്നായിരുന്നു, അസോസിയേഷൻ ആൻഡ് ലീസിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് കമ്പനീസ് എന്നായിരുന്നു. ഞാൻ അതിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ ഇൻഡസ്ട്രിയായിട്ട് യൂസ് ടു സ്റ്റേ കണക്റ്റഡ്. കാരണം കാര്യങ്ങൾ പഠിക്കാനാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് ത്യാഗരാജൻ, ശ്രീരാം ട്രാൻസ്പോർട്ടിൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു, വളരെ അടുപ്പായി. അപ്പോൾ അങ്ങനെയാണ് അവരാണ് സ്പാർക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മർച്ചൻ്റ് ബാങ്കറെ പരിചയപ്പെടുത്തി 2005 അപ്പോൾ അങ്ങനെയാണ് 2007 അവരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ അത് സെക്കോയ ക്യാപിറ്റലിനെയും IEPനെയും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് പിന്നീട് അവരത് ബോർഡിൽ വന്ന് അവരത് മനസ്സിലാക്കിയപ്പോൾ സെക്കോയ വരുന്നത് 2007 അതാണ്. അപ്പൊ 5 കഴിഞ്ഞിട്ട് വലിയൊരു ഗ്രോത്ത്, കുറെ എക്സ്റ്റേണൽ ഫണ്ടിങ് റേസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അത് തന്നെ അവർ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ QIPക്ക് പോയി, എല്ലാം ഗ്രാൻഡ് സക്സസ് ആയി. ഇപ്പോൾ ബ്രാഞ്ചുകൾ വളരെ കൂടി. ആ സമയത്താണ് ഞാൻ 2010-09 ഇങ്ങനൊരു മെഗാ പ്രോഗ്രാം പ്ലാൻ ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഒരു അഡ്വർടൈസിങ് ബ്ലാസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. ആനുവൽ റവന്യൂ, ആനുവൽ പ്രോഫിറ്റ് എന്തോ 100 കോടി രൂപ മാത്രം ഉള്ളപ്പോ 150 കോടിയുടെ എന്തോ അഡ്വർടൈസിങ് ബഡ്ജറ്റ് ഇട്ടു. അത് ഏത് വർഷമാണ്? അത് 2010 120 കോടി പ്രോഫിറ്റ് ഉണ്ടായിരുന്നപ്പം ബോർഡിൽ ഉള്ള എല്ലാവരും പറഞ്ഞു അടുത്ത വർഷം നമുക്കത് 250 കോടി ആക്കണം. അവർ പറഞ്ഞു ഒരു 220 കോടി ആക്കണം, 250 അല്ല 100 കോടി കൂട്ടണം എന്ന് പറഞ്ഞു. കാരണം ബ്രാഞ്ചുകൾ. അപ്പം ഞാനോട് പറഞ്ഞു ഞാനൊരു 1000 ബ്രാഞ്ച് വർക്കാൻ പോവാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചലഞ്ച്, അവർക്കിതൊന്നും അറിയില്ല. എങ്ങനെ നിങ്ങൾ ഇതിന് ബ്രാഞ്ച് മാനേജ് ചെയ്യാനായിട്ട് സ്വർണം നോക്കി അറിയണ്ടേ, എങ്ങനെ ആളുകളെ കണ്ടെത്തും, പിന്നെ എങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യാൻ 2 കൊല്ലം എടുക്കും, അങ്ങനെ കാരണം അറിഞ്ഞു വരണ്ടേ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് 130 കോടിയുടെ ബജറ്റാണ് എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്, ഇത് നിങ്ങൾ അപ്രൂവ് ചെയ്യണം. ഞാനെങ്ങനെയും 200 കോടി എത്തിച്ചോളാമെന്ന് പറഞ്ഞു പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്വാർട്ടർലി നോക്കിക്കോ, കാരണം ഇങ്ങനെ ചെയ്താൽ ഞാൻ അവരോട് പറഞ്ഞു 4 മാസം കൊണ്ട് എനിക്ക് ബ്രേക്ക് ചെയ്യാനാക്കാൻ പറ്റും ബ്രാഞ്ച്. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഞാൻ കണക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു 200 കോടി എത്തും. എത്തിയോ? 300 കോടി എത്തി ഇത് ചെയ്തിട്ടും. കാരണം അപ്പോഴാണ് വലിയൊരു എക്സ്പാൻഷൻ ഉണ്ടായത്. ഞാൻ വിചാരിച്ചു ഒരു കമ്പനി ഒന്ന് ബ്രാൻഡ് ചെയ്യാം. അപ്പം അങ്ങനെ പ്രിയദർശനെ കണ്ടു. പ്രിയദർശനും മനസ്സിലായില്ല അതെന്താണ് ഗോൾഡ്. കാരണം ആ സമയത്ത് നമ്മൾ 2010 തുടങ്ങുമ്പോൾ പ്രിയദർശൻ മുഴുവൻ പിടിയിട്ടില്ല. കാരണം സ്വന്തം പടയം കണ്ടിട്ടുണ്ട്, ഇതിലെന്താ പറയാനുള്ളത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇത് നമ്മുടെ എല്ലാ ടൗണുകളിലും കാണാം, രാവിലെ 90 രൂപ കൊടുത്തിട്ട് വൈകുന്നേരം 100 രൂപ മേടിക്കുക, അല്ലെങ്കിൽ 900 രൂപ കൊടുത്ത് 1000 രൂപ മേടിക്കുക എന്നുള്ളത്. എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ 1000-1100%.
എന്നിവരെ കയ്യിൽ വീട്ടിലിരിക്കിട്ട് ഗോൾഡ് അതിപ്പോൾ 18% 19% ഇൻട്രസ്റ്റ് കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ 20% ഇൻട്രസ്റ്റ് കിട്ടും. ഇത് ഇങ്ങനെ വെറുതെ വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ബോറോ ചെയ്യും. അപ്പോൾ പുള്ളി പിന്നെ ഒരു വളരെ ഷ്രൂഡായിട്ടുള്ള ഡയറക്ടർ ആയതുകൊണ്ട്, ഫിലിം ഡയറക്ടർ ആയതുകൊണ്ട്, അപ്പോൾ പുള്ളി അപ്പോൾ പറഞ്ഞു എന്നാൽ അതിനെ കത്തിയും. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിയൊരു റെസ്റ്റിനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് തന്നെ ഒരു തീമാക്കുക. അങ്ങനെയാണ് സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തൊരു നാട്ടിൽ തേടി നടപ്പെന്നുള്ള ഇതുണ്ടാക്കിയത്. പ്രിയദർശൻ തന്നെ ഒന്ന് ചോദിച്ചു എന്നോട്, എന്തുകൊണ്ട് അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് സച്ചിൻ തെണ്ടുൽക്കർ പോരെ? അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പോരാ, ഞാനിങ്ങനെ ഒരു 1000 ബ്രാഞ്ച് ഈ കൊല്ലം തുറക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എല്ലായിടത്തും ഞാൻ ഇപ്പോൾ തമിഴ്നാട് തുറക്കുമ്പോൾ തമിഴ്നാട്ടിലെ ലോക്കൽ കമ്പനിയുമായിട്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അവിടുത്തെ സെലിബ്രിറ്റി വിക്രം, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എടുത്താൽ ആന്ധ്രാപ്രദേശിലെടുത്താൽ അവിടുത്തെ വെങ്കടേഷ് സെലിബ്രിറ്റി, അതുപോലെ ഇവിടെ കർണാടകയിലെടുത്താൽ ഇപ്പോൾ പുനീത് രാജ്കുമാർ, ഇങ്ങനെ എന്നാലിപ്പോൾ ഒരു ഹിന്ദി ബെൽറ്റിലേക്ക് ഒരാൾ വേണം, അപ്പോഴാണ് അക്ഷയ് കുമാർ. ഇങ്ങനെ എടുത്തു, അത് ഗ്രാൻഡ് സക്സസ് ആയി. അപ്പോൾ അങ്ങനെ ഓരോ ഇത് എല്ലായിടത്തും ഒരുപോലെ സക്സസ് ആയി, രചിക്കണം അത് ഇതൊക്കെ സക്സസ് ആയി. അപ്പൊ എല്ലാ ഭാഷയിലും ഇത് തന്നെയാണ്. ബ്ലാസ്റ്റ് ചെയ്തു അഡ്വർടൈസ്മെന്റ്, കാരണം ബ്രാൻഡ് ആക്കി എടുക്കാൻ. അതൊരു ഭയങ്കര ബോൾഡ് കോൾ ആയിരുന്നല്ലോ. അത് എങ്ങനെ ധൈര്യത്തിൽ ബോർഡിന്റെ മുന്നിൽ നിന്ന് അത് പറയാൻ സാധിച്ചു? ഡേറ്റ ഡ്രിവൺ ആയിരുന്നോ അതോ ഗട്ട് ബേസ്ഡ് ആണോ? പാർട്ട് ഗട്ട് ബേസ്ഡും പാർട്ട് നമ്മളുടെ എൻ്റെ മൈ ഓൺ എക്സ്പീരിയൻസും. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനാവണമെങ്കിൽ ഒരു അവയർനെസ് പെട്ടെന്ന് കിട്ടണം. ഞാനിപ്പോൾ ആന്ധ്രയിലും 500-300 ബ്രാഞ്ച് തുറക്കുമ്പോൾ പെട്ടെന്ന് അവർ അറിയണം. അപ്പോൾ ഈ വെങ്കടേഷിൻ്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് വെങ്കടേഷ് അവിടുത്തെ ടി വി വന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കാശ് ഇതിൻ്റെ നമ്മളുടെ ഈ കോസ്റ്റ് വരും. ഈ ബ്രേക്ക് ചെയ്യാനാവാനുള്ള ടൈം ലാഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കോസ്റ്റ് ഓവറാണ് വരും. പക്ഷെ എന്നാലും അഗ്രസീവ് സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് അറിഞ്ഞിട്ടോ വന്നിട്ടോ മാത്രം കാര്യമില്ലല്ലോ, അവരെ സർവീസ് ചെയ്യാൻ പറ്റണം, ഓപ്പറേഷൻസ് സ്റ്റേബിൾ ആയിരിക്കണം. അപ്പോൾ അവിടെയും ചലഞ്ചസ് ഉണ്ടായിരുന്നതാണ്. ഏറ്റവും ആദ്യം തന്നെ നമ്മളിവിടെ IT സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, സെൻട്രലൈസ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ. അത് വലിയൊരു അന്ന് 1979 തൊട്ട് തന്നെ അത് 89 തൊട്ട് തന്നെ അത് ചെയ്തു. അതുകൊണ്ട് ഓപ്പറേഷൻസ് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 80s ജോയിൻ ചെയ്തോട്ട് 3 വർഷത്തിനകത്തും ബാങ്കുകളെ കമ്പ്യൂട്ടറൈസ് ചെയ്യുന്നതിന് മുമ്പ് പുള്ളി കമ്പ്യൂട്ടറൈസ് ചെയ്തു ഇവിടെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഈ 3 ഫേസസിലേക്ക് പോകാനാണെങ്കിൽ 95 to 2005 എന്ന് പറയുന്നത് ബേസ് സെറ്റ് ചെയ്യാനും എക്സ്റ്റേണൽ ഫണ്ടിങ് അധികം അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അഗ്രസീവ്ലി ഗ്രോ ചെയ്യാൻ പറ്റാതെ പോയി. എന്നാൽ നമ്മൾ 10 crore ആനുവൽ റവന്യൂലേക്ക് ഒക്കെ എല്ലാവരും ഗോഡ്സെൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ICICI ബാങ്ക് അഗ്രസീവായിട്ട് ഗ്രോ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർ ആദ്യം 25 കോടി 50 കോടിയൊക്കെ ഫണ്ടിങ് തന്നു 2005. അപ്പോൾ ആ സമയത്ത് ഒരു 100 കോടിയൊക്കെ ആക്കി. അപ്പോൾ അതിന് ഡയറക്റ്റ് അസൈൻമെൻറ്റ് മോഡൽ, ഇവിടെ ലോൺ ഉണ്ടാക്കുക, ബുക്ക് ചെയ്യുക, അതിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഷെയർ ചെയ്യാന്നൊരു മോഡലൊക്കെ കൊണ്ടുവന്നു. ഞാൻ ക്യാപിറ്റൽ ഇല്ലാണ്ട് തന്നെ ഗ്രോ ചെയ്യാം. പക്ഷെ ഒരു 100 കോടിയായപ്പോൾ ഒരു കുറേ ബ്രാഞ്ചൊക്കെ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബ്രാഞ്ചുകൾ കുറേ 100 ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. ആ സമയത്ത് ഒരു ദിവസം വിളിച്ചിട്ട് അവർ പറയുകയാണ് RBI ഇത് ഒബ്ജക്റ്റ് ചെയ്തു. കാരണം ഇത്രയും ഒരു കമ്പനിക്ക് ഇത്രയും അധികം ഒരാൾ മാത്രം ഒരു ലെൻഡർ മാത്രത്തെ ഫണ്ട് ചെയ്യുന്നു. അവർ ഡയറക്റ്റ് അസൈൻമെൻറ്റ് മോഡലിൽ. ഇത് 2005 കാലഘട്ടത്തിൽ. അപ്പോൾ അവർ പെട്ടെന്ന് അതിനേക്കാൾ എൻഹാൻസ് ചെയ്തില്ല. അപ്പോൾ ഞാൻ ബ്രാഞ്ചുകൾ തുറന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ ആകെ വിഷമിച്ച് നടക്കുന്ന കാലത്താണ് ഒരു ഗോൾഡ് സെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ നിലയ്ക്ക് ഞാൻ മെമ്പർ മാത്രമായിട്ടുള്ള അസോസിയേഷൻ ഓഫ് ഹയർ പർച്ചേസ് കമ്പനീസ്, ഞാനതിൽ മെമ്പർ മാത്രമാണ്. കാരണം അന്ന് ഹയർ പർച്ചേസും ഞാൻ ചെയ്യുന്നില്ല. സിംഗപ്പൂർ അവരുടെ ഒരു ആനുവൽ കൺവെൻഷൻ വയ്ക്കുകയാണ്. ആ സമയത്ത് എന്നെയും ക്ഷണിച്ചു, ഞാനും പോയി. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവർക്ക് യൂഷ്വലായിട്ടുള്ള ടോക്കിലൊന്നും ഇതൊന്നും വരുന്നില്ല. അന്ന് മുഴുവൻ ഹയർ പർച്ചേസ് കമ്പനികളാണ്, ഇൻകോർപ്പറേറ്റഡും. അവിടെ എന്താണെന്ന് വെച്ചാൽ ചില സ്പീക്കേഴ്സ് വിളിച്ചപ്പോൾ വന്നില്ല.
അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ ഫ്രണ്ട്സായിരുന്നു, അതായത് അതിൻ്റെ ലീഡർഷിപ്പ്. അവരെന്നോട് ചോദിച്ചു, സി വി വാണ്ട് വൺ സ്പീക്കർ ഹൂ ടോക്ക് സംതിങ് ഡിഫറെൻറ്റ്. So you are doing some gold loan which we don't know, people don't know. Can you talk something about it? വേദിയിൽ ഞാൻ പറഞ്ഞിങ്ങനെ ഗോൾഡ് ലോൺ ദിസ് ഈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഗോൾഡ് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ കുറേ കഴിഞ്ഞിട്ട് പോയി. അവിടെ ഇരുന്ന രണ്ടാൾക്കാർ എൻ്റെ വരുത്ത് വന്നു. പിന്നെ അപ്പം ഞാൻ ഈ ICICI ബാങ്ക് ചെയ്തത് ഫണ്ട് ചെയ്തു, പിന്നെ അതൊക്കെ എല്ലാ സ്റ്റോറിയും പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ വലിയ പൈസക്കാരാണ്, ഞങ്ങൾക്ക് ICICI ബാങ്കിൽ 20% ഷെയർ ഉണ്ട്, ഞങ്ങൾക്ക് മാത്രമേ തന്നിട്ടുള്ളൂ, റിസർവ് ബാങ്ക്. ഞങ്ങൾക്ക് ബാങ്ക് തുടങ്ങണമെന്നുണ്ട് ഇന്ത്യയിൽ, സിംഗപ്പൂരാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാങ്കിന് ലൈസൻസ് കിട്ടാത്തതുകൊണ്ട്, ICICI ബാങ്ക് 20% കൂടുതൽ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങളവിടെ ഒരു NBFC തുടങ്ങാൻ പോവാണ്. ഡോ ഫിനാൻസിന് കമ്പനി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ പേര് മാറ്റാൻ പോകണം. അപ്പം ഞങ്ങൾ ഒന്ന് പഠിക്കട്ടെ എൻ്റെ കാര്യം. ഞങ്ങൾ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആമാണ് ഫുള്ളർട്ടൺ. ഞങ്ങളിവിടെ തുടങ്ങാൻ പോകണം. അങ്ങനെ ഒരു ഫസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തുടങ്ങി. പിന്നെ ഫുള്ളർട്ടൺ ഇന്ത്യക്ക്. ടെമാസക്കും അതേ സമയം തമാസക്ക് തന്നെയാണ്. തമാസക്കിൻ്റെ ആമാണ് ഇത്. ഈ NBFC അതിനെ ഫണ്ട് ചെയ്യുന്ന ആമാണ് ഈ ഫുള്ളർട്ടൺ. ഓ ശരി, തമാസക്കിൻ്റെ ഒരു ഭാഗം തന്നെ. ഓ അപ്പോൾ അവരൊന്ന് പറഞ്ഞു, ഞങ്ങളൊന്ന് സ്റ്റഡി ചെയ്യട്ടെ. അപ്പോൾ ഈ ഇതിൻ്റെ മോഡലൊക്കെ ഇവിടെ വന്ന് ഒരു വലപ്പാട് വന്നു, ഞങ്ങൾക്ക് കുറച്ച് ബ്രാഞ്ച് ഉണ്ട്, ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്ന് എന്നിട്ട് അവരൊരു മാസം അങ്ങനെ വന്ന് പഠിച്ചു ഇവിടെ കുറച്ചാൾ ഇരുന്നു, കാര്യങ്ങളൊക്കെ പഠിച്ചു, എങ്ങനെ കൊള്ളി ചെയ്യുന്നൊക്കെ പഠിച്ചു നമുക്ക് മനസ്സിലാവട്ടെ. അവർ ഒരു പോളിൻ്റെ സ്റ്റെപ്പ് എടുത്തു, 500 കോടി തന്നു. അത് ഗെയിം ചേഞ്ചർ ആയിരുന്നു. അത് ഗെയിം ചേഞ്ചറാണ് 2006. ഇതൊക്കെ ഒരു ഗോഡ് സെൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇങ്ങനെ പറ്റുമ്പോൾ ഞാനിങ്ങനെ പല ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ ഞാനെപ്പോഴും ഈ ഫിക്കിയുടെ അല്ലെങ്കിൽ CIയുടെ കേരള എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ, അല്ലെങ്കിൽ FIDCയുടെ നാഷണൽ എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ പ്രസിഡന്റ് ചെയർമാൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് ആണ് എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതാണ്. അപ്പോൾ ഞാൻ ഗോഡ്സെന്റ് എന്നുള്ള വാക്കിനോട് ചെറുതായിട്ട് ഞാൻ വിയോജിക്കുക. ഇതിപ്പോ നമ്മളിവിടെ വലപ്പാട് വെറുതെ ഇരുന്നപ്പോ തമാസക്ക് ഇങ്ങോട്ട് വന്നിട്ട് പൈസ ഒന്നല്ലല്ലോ. സാർ ഇത്ര നെറ്റ്വർക്ക് ചെയ്തു, അവിടെ ആ കോൺഫറൻസിന് പോയി, ആ വേദിയിൽ അവസരം സംസാരിച്ചു, നന്നായി സംസാരിച്ചു, അവരെ കൺവിൻസ് ചെയ്തു. അതുകൊണ്ടാണല്ലോ ഞാൻ അന്ന് അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. നമുക്കന്ന് ലയൺസിലൊക്കെ ക്ലബിലൊക്കെ പ്രസിഡൻ്റൊക്കെ ആയിട്ടുള്ള പരിചയമുള്ള കിട്ടുമ്പോഴോ, അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പിൽ ഈ LFSൻ്റെയൊക്കെ ചെയർമാനായിരുന്നുള്ള ചെറിയ 10-20 ആളിരുന്നിട്ടുള്ള ഗ്രൂപ്പിൽ ഉള്ള സംസാരിച്ച് പരിചയമുള്ളൂ. ഇതുപോലെ 300 ആളിരുന്നിട്ട് ഗ്രൂപ്പിലിരുന്ന് സംസാരിച്ചിട്ട് പരിചയമൊന്നുമില്ല, അങ്ങനെ പരിചയമൊന്നുമില്ല. അപ്പോൾ ഞാനവരോട് അവർക്ക് അങ്ങനെ വേറെ ആളുകൾ തരാതെ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്. ചോദിച്ചപ്പോൾ ഇവരില്ലെങ്കിലോ, ഈ തമാശക്കിന്റെ ആൾക്കാർ അവിടെ ഇല്ലെങ്കിലോ, പുള്ളേട്ടന്റെ ആൾക്കാരില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. അല്ലെങ്കിലും എത്രയോ പേര് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു വേദിയിൽ സംസാരിക്കാൻ പറയുമ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറിക്കളയും. ഞാൻ പറയില്ല, അതൊക്കെ ചെയ്തത് കൊണ്ടും കൂടിയാണല്ലോ കിട്ടിയതെന്നാണ്. എനിക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ഞാൻ നോൺ പറയില്ല. ഇപ്പോൾ അത് IMന്റെ ചെയർമാൻ ആയാലും ശരി, അല്ലെങ്കിൽ ഫിക്കിയുടെ ചെയർമാൻ ആയാലും ശരി, ഇപ്പം നാഷണൽ ലെവലിലെ ചെയർമാൻ ആയാലും ശരി, ഇതൊക്കെ I used to say these are opportunities for me to learn. ഇതൊക്കെ ഭയങ്കര വലിയ ലേണിങ്സ് ആണ്. കേൾക്കുന്നവർക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വെറുതെ ഇരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല. നമ്മളിങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കണം, എന്നിട്ട് അതെല്ലാം നമ്മൾ ഗ്രാബ് ചെയ്യണം. പറ്റുള്ളൂ. ഇപ്പൊ എന്ത് ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും നമ്മൾ മാറിക്കാൻ, എവറിത്തിങ് ക്യാൻ ബി ഫോർ ലേണിംഗ്.
അപ്പൊ ഈ 2005 to 2015 ഇടയിൽ ഈ പറഞ്ഞു തുടങ്ങിയ ഒരു ഫണ്ട് റൈസിംഗ് അത് കഴിഞ്ഞിട്ട് ഈ സെക്കോയിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്തു, ഹഡ്സൺ എക്വിറ്റിയിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്തു, QIP ചെയ്തു പിന്നെ രണ്ട് QIP തവണ. ചെയ്തു അതെ. 2 തവണ. അപ്പൊ ഇതെല്ലാം കൂടി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നിയർലി ഒരു 3000 കോടി രൂപ എക്സ്റ്റേണൽ നമുക്ക് അതെ, റൈസ് അതെ, ചെയ്യാൻ അതെ, പറ്റി കിട്ടി. അതിനനുസരിച്ച് 2005 to 2015. അതിനുശേഷം ബാങ്ക് ഫണ്ടിങ്ങും വളരെ വലുതായി. റൈറ്റ്. അപ്പൊ അത് വന്നപ്പോഴാണ് കാര്യമായി അഗ്രസീവ്ലി ഗ്രോ ചെയ്യാൻ പറ്റിയത്. അതെ. ഓക്കെ. ഇപ്പൊ ഒരു 18% ഷെയർ ഇപ്പോ ബെയിൻ ക്യാപിറ്റലിന് കൊടുത്തല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ റേറ്റിംഗ് ഏജൻസി ആയിട്ട് സംസാരിച്ചു. അവര് ഡാറ്റ അയക്കാൻ പറഞ്ഞു. ദേ ആർ കൺസിഡറിങ് റേറ്റിംഗ് അപ്ഗ്രേഡ്. They will consider to AA. Now we are at AA+. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. അല്ല ഞാൻ അതിൻ്റെ ഡയറക്ടറായിട്ട് സംസാരിച്ചു, റേറ്റിംഗ് ഡയറക്ടറായിട്ട്. അപ്പോൾ പറഞ്ഞു കാരണം ഇവരും കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ദാറ്റ്സ് വൈ ടു പ്ലാൻ ആൻ അഗ്രസീവ് ഗ്രോത്ത് ഡ്യൂറിങ് ദിസ് ഇയർ. 40%, 42% to reach 1 lakh crores this year. So then, yeah. അപ്പോൾ അതിനുശേഷം ഈ 2015 മുതൽ 2025 വരെ ഈ അവസാനത്തെ 10 yearsൽ ഗ്രോത്ത് കുറച്ച് സ്ലോ ആയോ? അതിനോടൊപ്പം തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ കാര്യമായി ചെയ്ത് തുടങ്ങിയതും അപ്പോഴാണ്. ഗോൾഡ് ലോൺ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് താങ്കൾ തന്നെ സ്ട്രോങ്ലി പറഞ്ഞിട്ട് ഹോം ലോണിലേക്കും വെഹിക്കിൾ ലോണിലേക്കും മൈക്രോ ഫൈനാൻസിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് അതേ കസ്റ്റമർ ഒരു വെർട്ടിക്കൽ ഇതിന് പോകാതെ ഒരു ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ പോയത്. ലൈഫ് ടൈം വാല്യൂ കൂട്ടാം. ലൈഫ് ടൈം വാല്യൂ എടുക്കുക. അപ്പോൾ അവർക്ക് തന്നെ അഫോർഡബിൾ ഹൗസിങ് വേണം, അവർക്ക് തന്നെ 2 വീലർ വേണം, അവർക്ക് തന്നെ കമേഴ്ഷ്യൽ വെഹിക്കിൾ വേണം. അതുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോയത്. അപ്പോൾ ഈ ലാസ്റ്റ് 10 yearsന്റെ ഗ്രോത്ത് ശരിക്കും എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ ഹാപ്പിയാണോ, അതോ ഇതിൽ നല്ല ഗ്രോത്ത് വേണമായിരുന്നോ, അതോ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ടായിരുന്നോ? ഇതിൽ നിന്നും പോരാ, ഗ്രോത്ത് പോരാ. പക്ഷെ അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഗ്രോത്ത് വരാതിരുന്നത്. പക്ഷെ കറക്റ്റ് ദാറ്റ്. എന്താണത്? അപ്പോൾ വി ഷുഡ് ഓൾവേസ് പ്രൈസ് ദ പ്രൊഡക്റ്റ് അഗ്രസീവ് ഇൻ ദ മാർക്കറ്റ്. അതാണ് പ്രോഫിറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതൊക്കെ ഏറ്റവും നല്ലതെന്നുള്ള പാഠം പഠിച്ചു ഞാൻ. വി ഹാവ് വെരി അഗ്രസീവ്ലി പ്രൈസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അഗ്രസീവ് ആക്കുക. നൗ അവർ ഗോൾഡ് ലോൺ പ്രൊഡക്റ്റ് ഈസ് ദ ലോവസ്റ്റ് ഇൻ ദ NBFC ഇൻഡസ്ട്രി. ഇപ്പം എല്ലാവരും ഉണ്ട്. ബജാജ്, ടാറ്റ L&T ഫിനാൻസ്, ടാറ്റ ക്യാപിറ്റൽ ഇമ്മീഡിയറ്റ്ലി ഇറങ്ങുകയാണ്. ഇങ്ങനത്തെ ആദിത്യ ബിർള ഈസ് കമ്മിങ് വെരി അഗ്രസീവ്. അപ്പോൾ ബജാജ് ഈസ് കമ്മിങ് വെരി അഗ്രസീവ്, ശ്രീറാം ഈസ് കമ്മിങ് വെരി അഗ്രസീവ്. അപ്പോൾ നൗ ഐ ഹാവ് പ്രൈസ്ഡ് ഇറ്റ് ദ ലോവസ്റ്റ് ലെവൽ. ഒരു കാലത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. സോ ടു കമ്പീറ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ അവിടെയാണ് ഒരു ഡൗട്ട് ഉള്ളത്. അതായത് ഗോൾഡ് ലോൺ ബാങ്കുകൾക്കും കൊടുക്കാം, വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, സെക്യൂർഡ് ലോൺ ആണ്. അപ്പോൾ ബാങ്കുകൾ പണ്ടേ എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്, എല്ലായിടത്തും ബാങ്കുകളും ഉണ്ട്. അപ്പോൾ എന്തിനാണ് ശരിക്കും NBFCകളും ഗോൾഡ് ലോൺ ഫസ്റ്റ് NBFC എന്നൊരു സെഗ്മെന്റ് പോലും ഉണ്ടായത് എന്തിനാണെന്നൊരു ഡൗട്ട് പലപ്പോഴും തോന്നലുണ്ട്. ഒന്ന് അവൈലബിലിറ്റിയാണ്. ഞങ്ങൾ 8 തൊട്ട് 5 വരെ സാറ്റർഡേ അടക്കുന്നുണ്ട്. ബാങ്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 10 തൊട്ട് 2 വരെ. അതും ഒരു അപ്രൈസലൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരാൾ പോയാൽ സമയമെടുക്കും. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇപ്പം ഇന്നൊക്കെ ഓൺലൈൻ ഗോൾഡ് ലോണാണ് ഞങ്ങളുടെ. ഗോൾഡ് ഒരിക്കൽ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ഞങ്ങളൊരു ആപ്പ് ഇട്ട് കൊടുക്കും. ആപ്പിൽ കൂടെ ആളുടെ ബാങ്ക് വഴിക്ക് ട്രാൻസാക്ട് ചെയ്യാം, വിഡ്രോ ചെയ്യാം, എമൗണ്ട് വീണ്ടും എടുക്കാം. ഒരു ഓവർ ഡ്രാഫ്റ്റിൻ്റെ പോലെ ആൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കംഫർട്ടൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ ആൾക്ക് റിഡീം ചെയ്യണേ സാറ്റർഡേ, ചിലപ്പോൾ ഞായറാഴ്ച ഭാര്യയ്ക്ക് ഒരു കല്യാണത്തിന് കൊണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൾ സാറ്റർഡേ തന്നെ എമൗണ്ട് മുഴുവൻ ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വന്ന് 6 മണിക്ക് വന്നാലും അപ്പോൾ തന്നെ റിഡീം ചെയ്ത് 2 മിനിറ്റിൽ പോവാം. അപ്പോൾ ഈ സൗകര്യങ്ങളൊന്നും ബാങ്കിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബാങ്കുകളല്ല അഗ്രസീവ് ഗ്രോത്ത് NBFCക്കാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയറിൽ എടുത്താൽ വി ഹാവ് ഗ്രോൺ ഗോൾഡ് ലോൺ ബൈ 98%. അപ്പോൾ ഈ ഡൈവേഴ്സിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഗോൾഡ് ലോൺ എന്തായാലും ഗ്രോ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഹോം ലോൺസും കാരണം ഇതൊക്കെ അത് ഇപ്പോൾ ഹോം ഫിനാൻസിലൊക്കെ അഗ്രസീവ് ഗ്രോത്ത് കാരണം ഇപ്പോൾ നമ്മൾ കൂടുതൽ ലീഡർഷിപ്പ് കൂടുതൽ എംപവർ ചെയ്തു, മൈക്രോ ഫിനാൻസ് എംപവർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ.
ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബെയിൻ ക്യാപിറ്റൽ ഒരു 4300 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1750 കോടി രൂപ. അതെ, അപ്പോൾ 18% കമ്പനിയുടെ അവർക്ക് കൊടുത്തത്. അവർക്ക് 40 സംതിങ് പെർസെന്റേജിലേക്ക് 4350 കോടി. 40 സംതിങ് പെർസെന്റേജിലേക്ക് 41% ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയില്ല, ഇല്ല. അവർക്ക് 18% പ്രൈമറിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ജോയിന്റ് പ്രൊമോട്ടർ ആവും അലോങ് വിത്ത് മീ. അപ്പോൾ മാനേജ്മെന്റ് കൺട്രോളിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഓപ്പൺ ഓഫർ കൊടുക്കണം. ഓപ്പൺ ഓഫറിൽ ആരെങ്കിലും ഷെയർ സറണ്ടർ ചെയ്താൽ അവർക്ക് 41% വരെ ആവാം. പക്ഷേ ഷെയർ അന്ന് വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് 227 രൂപയാണ്. അപ്പോൾ ആരെങ്കിലും സറണ്ടർ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ഓഫർ ഓപ്പണാണ്. ഇപ്പോൾ ഈ 21-ാം തീയതി വരെ ഓപ്പണാണ്. അപ്പോൾ കഴിഞ്ഞ 4-ാം തീയതി തൊട്ട് ഓപ്പണാക്കി. കഴിഞ്ഞ 9-ാം തീയതി തൊട്ട് ഓപ്പണാക്കി. പക്ഷേ ഇതുവരെ അവർക്ക് കിട്ടിയത് 0 ആണ്. അത് ശരി. ഇനിയും ഇന്നത്തെ 275 രൂപയ്ക്ക് ആരെങ്കിലും 226 രൂപയ്ക്ക് സറണ്ടർ ചെയ്യില്ലല്ലോ അത് ഓപ്പൺ ഓഫറിന്. അപ്പോൾ അവർക്ക് ദേ ഹാവ് ടു സാറ്റിസ്ഫൈ വിത്ത് 18%. അപ്പോൾ ബെയിൻ ക്യാപിറ്റൽ പോലൊരു പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റർ വരുന്ന ഒരു 18% എടുക്കുന്നത് കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ ഒരു പുതിയ സിഇഒനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സർ സിഇഒ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. എത്ര നിയർലി 30 years സിഇഒ ആയതിനു ശേഷം ഇപ്പോൾ സിഇഒ പൊസിഷനിൽ നിന്ന് മാറി കുറേ കൂടെ ഹയർ റെസ്പോൺസിബിലിറ്റീസ് പോയിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് വിത്ത് മണപ്പുറം ഫൈനാൻസ്? ഒരു അടുത്ത സ്റ്റേജ് ഓഫ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ഗ്രോത്തിലേക്ക് പ്ലാൻ ചെയ്യുകയാണോ? ഇപ്പൊ BCG അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ദേ ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. ആൻഡ് മെക്കൻസി എന്നുള്ള 1-2 പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബെയിൻ ക്യാപിറ്റൽ എടുത്തിട്ടുണ്ട്. അവർ ദേ ആർ ഫുൾ ടൈം ഹിയർ ടു ഹെൽപ്പ് ദ കമ്പനി ടു ചാർട്ട് ഔട്ട് ദ നെക്സ്റ്റ് കോഴ്സ് ഓഫ് ഗ്രോത്ത്. I will remain as the chairman of the company. My daughter also has joined and she will also continue as the vice chairman. അവർ നെക്സ്റ്റ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോഴേ ഫ്യൂ ലാക്സ് ഓഫ് ക്രോർസിലേക്ക് AUM പോകും എന്നുള്ളത് ക്ലിയർ ആണ്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. പക്ഷേ അതല്ലാതെ ഒരു പ്രൊഡക്റ്റ് വെർട്ടിക്കൽസ് പറയാനാണെങ്കിൽ കൂടുതൽ കൈൻഡ്സ് ഓഫ് ഫൈനാൻസിലേക്ക് പോവുകയാണോ അതോ ബാങ്ക് ആകാനുള്ള പ്ലാൻ ഉണ്ടോ? സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആകാൻ പ്ലാൻ? ഡെഫിനറ്റ്ലി മോർ പ്രോഡക്ട്സിലേക്ക് പോകും. അതാണിപ്പോൾ BCG സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല മെക്കൻസി എന്നുള്ള അപ്പോൾ കസ്റ്റമർ ബേസ് ഈ എങ്ങനെയാണ് അടുത്ത 5 വർഷം കൊണ്ട് ഇപ്പോൾ ഉള്ള 60 lakhs കസ്റ്റമേഴ്സ് എന്നുള്ളത് 2 lakh കസ്റ്റമേഴ്സ് ആക്കുക, അല്ല 2 crores കസ്റ്റമേഴ്സ് ആക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് വാല്യൂ ഫ്രം ദ കസ്റ്റമർ അതർ ദാൻ പ്രൊഡക്റ്റ് സെൻട്രിക് അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് BCG സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഇൻ എ റെഗുലർ ഡയലോഗ്. അപ്പോൾ ബാങ്ക് ആകാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ എവിടെയെങ്കിലും ഉണ്ടോ? ബാങ്ക് ആവാനുള്ള പ്ലാൻ ഇല്ല. പക്ഷെ ഒരു മൈക്രോ ഫൈനാൻസ് കമ്പനി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഒക്കെ ചിലപ്പോൾ വളരെ ഈസിലി ആയിട്ട് ആകാനുള്ള സാധ്യത. അതർവൈസും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അതൊക്കെ എനി ടൈം വി ക്യാൻ അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ അതല്ല നോക്കുന്നത്. ഹൗ ടു റീച്ച് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് 1 lakh crores എന്നുള്ളതാണ് ഇപ്പോഴത്തെ അജണ്ട. അപ്പോൾ അത് നെക്സ്റ്റ് 1 year എത്താന്നുള്ളതാണ്. അപ്പോൾ എത്തിക്കഴിയുമ്പോഴേക്കും ഒരു സൈസായി. പിന്നെ let us grow to a size of around 5 lakh crores. 5 lakh crores of AUM. Yeah. എന്തെങ്കിലും റവന്യൂ ആഗ്രഹിക്കുന്ന ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു റവന്യൂ ടാർഗറ്റോ പ്രോഫിറ്റ് ടാർഗറ്റോ അങ്ങനെ മാർക്കറ്റ് ക്യാപ് നെക്സ്റ്റ് 5 yearsൽ നെക്സ്റ്റ് 5 yearsലല്ല 5 lakh crores. So in the next 10 or 12 years to reach a size of around 5 lakh crores in the next 10 to 12 years. കാരണം കമ്പനിയുടെ ഇതുകൊണ്ട് 5 കൊല്ലം കൊണ്ട് നിന്നാൽ പോരല്ലോ, ഒരു കുറച്ച് ലോങ് ടേം വിഷൻ വേണ്ടേ. അപ്പോൾ മാർക്കറ്റ് ക്യാപ്പും ഫ്യൂ ലാക്സ് ഓഫ് ക്രോർസിലേക്ക് എന്തായാലും ഈസിലി പോകും. അതെ, കാരണം എല്ലാവരും അത്രയും ഷോർട്ട് ടേം അല്ല, ലോങ് ടേം ആണ്. കറക്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ അച്ചീവ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് മുന്നിലേക്ക് ഇത്രയും സ്വപ്നങ്ങൾ കാണുമ്പോൾ 25% ഒക്കെ കയറിൽ പോയി കഴിഞ്ഞാൽ തന്നെ അത് എത്തും. അതെ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത്രയും അക്കംപ്ലിഷ്മെന്റ്സ് നേടി, ഇപ്പോഴും ഇത്രയും വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1986 തുടങ്ങുമ്പോൾ സാറ് പറഞ്ഞിരുന്നു ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം. ഡു യു ഫീൽ ഇറ്റ് നൗ? ഇപ്പൊ തോന്നുന്നുണ്ടോ ദാറ്റ് യു ഹാവ് പ്രൂവ്ഡ് യുവർ വർത്ത്? I feel it. I am really glad about it.
അപ്പോൾ ഹൗ ഡസ് ഇറ്റ് റിയലി ഫീൽ ലൈക്ക് അത്രയും സ്വപ്നം കണ്ടൊരു സംഭവം ചെയ്ത് അച്ചീവ് ചെയ്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫുൾഫിൽമെന്റ് ഐ എം ഷുവർ ഉണ്ടാകും. പക്ഷെ അതേസമയം ഈ ഫസ്റ്റ് നേച്ചർ ആണല്ലോ പിന്നെയും സ്വപ്നം കാണാം, മുന്നിലേക്ക് ഇനിയും വലിയ അഗ്രസീവ് ടാർഗറ്റ് വെക്കുക. അപ്പൊ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാകോ? ഇനി അടുത്തത് എത്തിയില്ലല്ലോ, അടുത്തത് ഇല്ല എത്തിയില്ലല്ലോ. അത് അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ചാൽ ഇനി അടുത്തത് ഞാനിപ്പോ ജ്വല്ലറിയെ ലിസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ജ്വല്ലറി ഞാൻ നോക്കി 1400 കോടി റവന്യൂ അതെ, കഴിഞ്ഞ അതെ, വർഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. അത് ഈ വർഷം അത് വിൽ ടച്ച് അറൌണ്ട് നിയർലി 2000 crores. അത് ശരി. അപ്പൊ അതും പബ്ലിക് IPO ചെയ്യാനുള്ള പ്ലാനാണ്. പരിപാടിയാണ്. നൈസ്. അതാണ്. അപ്പോൾ അഗൈൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ഏജ് ഓഫ് 71 യു ആർ ഓൺലി സൈനിങ് അപ്പ് ഫോർ ഈവൻ ഹയർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇന്ന് ഒരു ലൈഫ്, ഒരു ഡേ ഇൻ ദ ലൈഫ് എങ്ങനെയാണ്? ഇന്നും ഇപ്പോഴും ഭയങ്കര ബിസിയാണോ? കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആക്റ്റീവ് ആണോ? കമ്പനിയുടെ ലൈഫ്, ഈ പബ്ലിക് ലൈഫ്. ഇന്ന് തന്നെ എനിക്ക് ലാൻസിന്റെ മീറ്റിംഗ് ഉണ്ട് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞൊരു ഇതിന് മുമ്പ് തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗ് ഉണ്ട്. കാരണം സ്റ്റേ കണക്റ്റഡ് വിത്ത് ദ പബ്ലിക്. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചാലോ ഒന്നുകൂടി തിരിച്ചു പോവാണ്. അപ്പോൾ ആദ്യത്തെ മോട്ടിവേഷൻ നമുക്ക് മനസ്സിലാക്കാം, കുറച്ച് ഫെയിം വേണം, പൈസ ഉണ്ടാക്കണം, ബിസിനസ് ഉണ്ടാക്കണം, ആൾക്കാരുടെ മുന്നിൽ പ്രൂവ് ചെയ്യണം. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ എന്താണ് മോട്ടിവേഷൻ? വാട്ട് കീപ്സ് യു ഗോയിങ് നൗ? ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഓർഗനൈസേഷൻസ് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ടീമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഐ ക്യാൻ ഇത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു നമ്മുടെ ഒരു അഡ്വൈസറി റോളിലേക്ക് മാറാം കുറച്ചൊന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആക്റ്റീവ് റോള് ജ്വല്ലറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ CSR ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ജ്വല്ലറി ഇപ്പോ മണപ്പുറം ഫൈനാൻസിന്റെ ഒരു സബ്സിഡറി ആണോ? അല്ല, സെപ്പറേറ്റ് കമ്പനിയാണ്. ഗോഡ്. അപ്പോൾ എന്തായാലും വളരെ അധികം സന്തോഷം. ആ ഒരു കഥ കേട്ടതിൽ നിന്ന് വളരെയധികം വലിയൊരു ചാർജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഐ എം ഷുവർ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു റാപ്പിഡ് ഫയർ പോലെ നമുക്ക് സമയം തീർക്കണം എന്നുള്ളത് കൊണ്ട് സാറിന് അഗൈൻ അടുത്ത പരിപാടിക്ക് പോകേണ്ടതുണ്ട്. 7 ചോദ്യങ്ങൾ ഞാൻ മാത്രം ചോദിക്കാം. പെട്ടെന്ന് ഒരു ഒറ്റ വാക്കിലോ ഒറ്റ സെന്റൻസിലോ ആൻസർ പറഞ്ഞു പോയാൽ മതി. അടുത്ത 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ഏതാണ് സെലക്ട് ചെയ്യുക? നെക്സ്റ്റ് 10 yearsൽ ഫസ്റ്റ് ഇത് സ്റ്റോക്ക് തന്നെയായിരിക്കും, നല്ല സ്റ്റോക്ക് തന്നെയായിരിക്കും. സെക്കൻഡ് ഗോൾഡ് ആയിരിക്കും. തേർഡ് റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ കൊടുക്കാനുള്ള ടിപ്പ് എന്താണ്? നമുക്കറിയില്ലെങ്കിൽ അറിവുള്ളവരെ ഏൽപ്പിക്കണം. ഒന്ന് SIP ആണ്, സിസ്റ്റമിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കഴിവുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ബാങ്കേഴ്സിന്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സിനെ ഏൽപ്പിക്കുക. നമ്മൾ സ്വയമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്കൊരു നല്ല കൺസൾട്ടൻറ്റ് നമുക്കുണ്ടെങ്കിൽ അവരുടെ ഗൈഡൻസ് വെച്ച് ചെയ്യാം. തീർച്ചയായും. അതെ. മലയാളി ഫാമിലീസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക് എന്താ? അവർ ഇപ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നത് കാണുമ്പോൾ പണ്ടൊക്കെ പറയും നമ്മൾ ആട് മാഞ്ചി എന്നൊക്കെ പറയും. ഇപ്പോഴും അങ്ങനെയുള്ള പല പല മാജിക്കൽ ഗ്രോത്ത് കിട്ടുന്ന പല സ്റ്റോറീസൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ആളുകളൊക്കെ അതിലൊക്കെ എടുത്ത് ചാടി ഇൻവെസ്റ്റ് ചെയ്തു, കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളതിലേക്ക് എടുത്ത് ചാടി ഇൻവെസ്റ്റ് ചെയ്തു. അത് എങ്ങനെ കൊടുക്കുന്നു അങ്ങനെയൊന്നും നോക്കാറില്ല. ശരി, ഓക്കെ, ഉണയെ പൊട്ടയൊരു ഗാംബ്ലിംഗ് ഗെയിം പോലെയാണ് മലയാളികൾ പലപ്പോഴും. ഒരു ഇന്നത്തെ മലയാളി യൂത്ത് ജോലിക്ക് പോകണോ അതോ ബിസിനസ് തുടങ്ങണോ? ഞാൻ പറയുന്നത് എന്റർപ്രണേഴ്സ് ആവണം. എന്തുകൊണ്ടാണ്? കാരണം ഒരു എന്റർപ്രണറിയൽ സ്കില്ല് ഉണ്ടായെങ്കിലാണ് കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക, ഈ സ്റ്റേറ്റിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. തീർച്ചയായും. കുറെ ഓണ്ടർപ്രണേഴ്സ് ഗൾഫിലൊക്കെ പോയിട്ടുണ്ടല്ലോ. സാറിന് ഇന്ന് 30 വയസ്സ് അഗെയിൻ ഒന്നുകൂടി ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 32 വയസ്സാവുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഞാനത് കുറേയും കൂടി ഇന്നത്തെ നിലയ്ക്കാണെങ്കിൽ കൂടുതൽ ബ്രോഡർ വിഷൻ കാണാനായിട്ട് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കും. സെയിം ലൈൻ ഓഫ് ബിസിനസ് ചെയ്യുമോ അതോ വേറെ ഏതെങ്കിലും? ഞാനിപ്പോൾ തന്നെ 3-4 അതർ ബിസിനസ്സിൻ്റെ പെർസ്യൂട്ടിലുണ്ട്. വേറെ ബിസിനസ്സുകൾ ചെയ്യും. ഈ ബിസിനസ് കാരണം വെച്ചാൽ ഈ ബിസിനസ് ഒരു പുതിയ ലീഡർഷിപ്പിന് കൊടുക്കും. കാരണം ഒരു 1 lakh crores ഒക്കെ ആക്കി കഴിഞ്ഞാൽ ദ കമ്പനി ഹാസ് ബിക്കം റിയലി ബിഗ്. തീർച്ചയായും. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ലെസൺ എന്താണ്? ഞാൻ പറയുക, അവർക്ക് വേണ്ട ഒന്നാമത് തോൽക്കാനുള്ള തയ്യാറ്, രണ്ടാമത് പെർസിവിയറൻസ്. രണ്ടും. അതുപോലെ ജീവിതത്തിൽ ഒരു ജനറൽ ലാർജർ സക്സസിന്, ലൈഫ് സക്സസിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ്? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഒരു നമ്മളെല്ലാവരും കൂടെ കൊണ്ടുപോകണം.
എല്ലാറ്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കമ്മ്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രൊഫഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കൂടി കഴിയുകയാണ്. അപ്പോൾ നമുക്ക് എൻഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് കേരള മണ്ണിൽ ഇങ്ങനെ നടന്നവരിൽ എന്താ ഇപ്പോൾ ഒരു കയ്യിലെ വിരലിൽ പോലും എണ്ണാൻ പറ്റാത്തവർക്ക് ചെയ്ത അക്കംപ്ലിഷ്മെൻറ്റ്സ് ആണ് സാറ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കഥ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം. ആ ഒരു കഥക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്പിറേഷനും അത് ഉണ്ടാക്കാവുന്ന മോട്ടിവേഷനും ഒട്ടും ചെറുതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെ ഇത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും ഏറ്റവും ആൾക്കാരിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നത്. യു ആർ എ ഹ്യൂജ് ഇൻസ്പിറേഷൻ സർ. താങ്ക് യു. പ്ലീസ് കീപ് ഡൂയിങ് അമേസിംഗ്ലി വെൽ. ഇപ്പോൾ എനിക്ക് തോന്നുമ്പോൾ എനിക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, ഇവിടുത്തെ കേരള ഓൺടർപ്രണേഴ്സിൽ കേരളത്തിൽ നിന്നും മാത്രം നിന്നുകൊണ്ട് ഒരു കമ്പനി വലുതാക്കിയ ആളുകൾ വളരെ കുറവാണ്. വളരെ കുറവില്ല എന്നല്ല, വളരെ കുറവാണ്. രണ്ട്, അവരുടെ വെൽത്തിൽ കൂടെ കമ്പനി ലിസ്റ്റ് ചെയ്തുകൊണ്ട് പലരും ഷെയറായിട്ട് ഉണ്ടാക്കി വന്ന ആളുകളും വളരെ കുറവാണ് കേരളത്തിൽ. ആ ഒരു കൾച്ചർ ഇനി വളരണം. അതെ, ആ കൾച്ചറിന്റെ ഒരു ടോർച്ച് ബെയറർ ആണ് സാറ്. നമ്മളെപ്പോലെ പലരും അത് ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു കഥ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. നമ്മളൊക്കെ അതിന്റെ തുടക്കക്കാരാണ്. അതെ, കേരളത്തിൽ ഞങ്ങൾ കണ്ട് പഠിച്ച് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എത്രയോ അനേകായിരം ആൾക്കാരിലേക്ക് ഇതെത്തും. പലർക്കും സ്വപ്നങ്ങൾ കാണാനും ഒരു മോട്ടിവേഷൻ ആകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നിർത്താം. പലപ്പോഴും നമ്മളെങ്ങനെ എക്വിറ്റാസ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക് അല്ലെങ്കിൽ ആപ്റ്റാസ് വാലി 5 സ്റ്റാർ ഒക്കെ ഉണ്ടാക്കി എന്നുള്ളത്, അത് എന്നെ സംബന്ധിച്ച് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ജീവിതത്തിൽ വലിയൊരു നേട്ടമായിട്ട് എന്നെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന തീർച്ചയായിട്ടും വളരെ വലിയ നേട്ടമാണ്. അതെ, എനിക്ക് തോന്നുന്നു. അതെ, വളരെ സന്തോഷം സാർ. അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മൾ എവിടെയോ ഇടയിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം തുടക്കമാണ്. ഇനിയും വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെല്ലാം കാണാൻ ഞങ്ങളും ഫുള്ളി ചാർജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് ഓൾ ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.